முதல்ல போலீஸ் டிபார்ட்மெண்ட்டுக்கு என்னுடைய மனமார்ந்த நன்றிகள். அவங்க இல்லைன்னா அந்த பைபாஸ்ல இருந்து இந்த ஸ்பாட்டுக்கு என்னால வந்திருக்க முடியுமான்னு எனக்கே தெரியல. കളിയെല്ലാം മാറി പൊലിഞ്ഞ 41 ജീവനുകളും കണ്ണുനീരും മറികടന്ന് കരൂർ ദുരന്തം തമിഴകത്തിന്റെ രാഷ്ട്രീയ യുദ്ധക്കളം ഉഴുതു മറിക്കുകയാണിപ്പോൾ. രാഷ്ട്രീയ വിഴുപ്പലക്ക് പേരെടുത്ത് പറഞ്ഞ വിജയ് തുടങ്ങിയപ്പോൾ വിട്ടുകൊടുക്കില്ലെന്ന് DMK ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നെ എന്തും ചെയ്തോളൂ, പക്ഷേ CM സാർ എന്റെ ജനങ്ങളെ തുടരുതെന്ന് പറഞ്ഞ് ദളപതി അടിച്ച മാസ് ഡയലോഗിന് ആന്റി ക്ലൈമാക്സ് എഴുതാൻ സെന്തിൽ ബാലാജി തൊട്ട് ഇങ്ങോട്ട് DMK മന്ത്രിമാർ വരെ വിജയുടെ പേരെടുത്ത് പറഞ്ഞ് അണിനിരന്നു കഴിഞ്ഞു. ഒരു നേതാവ് എങ്ങനെ ആവരുതെന്ന് കരൂർ ദുരന്തം പഠിപ്പിക്കുന്നുവെന്ന് വിജയെ ചൂണ്ടിക്കാട്ടി സ്റ്റാലിന്റെ പട തുറന്നടിക്കുമ്പോൾ വെള്ളിത്തിരയിലെ പ്രകടനം പോരാ യഥാർത്ഥ രാഷ്ട്രീയത്തിലെന്ന് മനസ്സിലാക്കേണ്ടി വരുമോ TVK അധ്യക്ഷന്? DMKക്ക് ശക്തമായ അടിത്തറയുള്ള കരൂരിൽ നടന്നത് സ്റ്റാലിന്റെ തിരക്കഥയെന്ന് പറയാതെ വിജയ് പറയുമ്പോൾ കണ്ണടച്ച് തള്ളണോ? അതും ആൾക്കൂട്ട മരണം, രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ആരോപണങ്ങളിൽ പെട്ടുപോകുന്നത് ഈ നാട്ടിലും ഈ ലോകത്തും ഇതാദ്യമല്ല. 2024 ഉത്തർപ്രദേശിലെ ഹത്രാസിൽ 121 പേർ മരിച്ച തിക്കും തിരക്കും ക്രിമിനൽ ഗൂഢാലോചനയെന്ന് ജുഡീഷ്യൽ അന്വേഷണം ആരോപിച്ച നാടാണ്. 2015 സൗദി അറേബ്യയിൽ 2000-ലധികം തീർത്ഥാടകർ മരിച്ച ഹജ്ജ് തിരക്ക്, ഇറാൻ സൗദി അധികാരികളുടെ കൊലപാതകം എന്ന് വിളിച്ച ആരോപണങ്ങൾ ഉയർത്തപ്പെട്ട ലോകമാണ്. കരൂർ ദുരന്തത്തിൽ പൊതുജനങ്ങളിൽ ഒരു വിഭാഗം വിജയെ കുറ്റപ്പെടുത്തുമ്പോൾ മറ്റൊരു വിഭാഗം വിജയെ ന്യായീകരിച്ച് DMK സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കുന്നു. ഈ ദുരന്തത്തിന്റെ പ്രത്യാഘാതം ആരാകും അനുഭവിക്കേണ്ടി വരിക? രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് അതിൽ നിർണായക പങ്കുണ്ട്. അട്ടിമറിയോ, അപകടമോ, വീഴ്ചയോ, അതോ രാഷ്ട്രീയ തിരക്കഥയോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ഡോക്ടർ മോഹൻ വർഗീസ്, മാധ്യമപ്രവർത്തകൻ CB സത്യൻ, തിരക്കഥാകൃത്ത് വിനു കിരിയത്ത്, ഒപ്പം ന്യൂസ് 18 കേരളത്തിന്റെ വെബ് എഡിറ്റർ ചന്ദ്രകാന്ത് വിശ്വനാഥ്. ആദ്യം ചന്ദ്രകാന്തിലേക്ക് കടക്കുന്നു. ചന്ദ്രകാന്ത്, പക്വതയുള്ള പെരുമാറ്റം രാഷ്ട്രീയം നിഷ്കർഷിക്കുന്നുണ്ട്. അതേത് അപകടത്തിലായാലും അത് പാലിക്കാൻ കഴിയാത്തവർക്ക് വെള്ളിത്തിരയിലെ പ്രകടനം കൊണ്ട് മതിയാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു അധ്യായം കൂടിയായി കരൂർ മാറുന്നുണ്ട് പല വിലയിരുത്തലുകളിലും. അപ്പോഴും വിജയ് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെയാണ്. തമിഴകത്തിന്റെ ചരിത്രം, DMK അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം, MK സ്റ്റാലിനെ പോലും ഒരുപക്ഷെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന പല പഴയ ആരോപണങ്ങളടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് വിജയ് പറഞ്ഞതിനെ പരിപൂർണമായും തള്ളാനോ കൊള്ളാനോ കഴിയാത്തൊരു സ്ഥിതിയുണ്ടോ? ഏത് തരത്തിലാണ് നമ്മളത് വിലയിരുത്തേണ്ടത്? അപർണ, ആൾക്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി എന്ന് നമ്മളെല്ലാം വിശ്വസിപ്പിക്കുന്നത്. അതായത് ഒഴിഞ്ഞ കസേരകളോ ഒഴിഞ്ഞ കോണുകളോ കണ്ടാൽ അത് ആ നടത്തുന്ന സംഘാടകരുടെ പരാജയമാണെന്ന് വിലയിരുത്തുന്ന തരത്തിലുള്ള ഒരു മാധ്യമ സംസ്കാരം കൂടിയാണ് നമുക്കുള്ളത്. അതാണ് വലിയ അളവിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയെ തന്നെ നിശ്ചയിക്കുന്നത്. ഇതിപ്പോൾ വിജയ് നടത്തുന്ന റോഡ് ഷോകളുടെ പരമ്പരയിലെ ആദ്യത്തേതായിരുന്നു. ഇത് നമുക്കറിയാം, വിജയ് എന്ന് പറയുന്നത് ഒരു പരിപൂർണ്ണ രാഷ്ട്രീയ നേതാവല്ല, അദ്ദേഹം ഒരു താരമാണ്. ഇപ്പോഴും തമിഴകത്ത് ഏറ്റവും അധികം താരമൂല്യം എന്ന് പറയാൻ പറ്റുന്ന നേതാവ് ഒരു താരം തന്നെയാണ്. ആ താരത്തിനെ കാണാൻ ആളുകൾ കൂടുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, വിജയ് കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ഒരു നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ആ അടുത്ത 2ാം നിരയിലോ 3ാം നിരയിലോ വരുന്നതിൽ പിന്നെ താഴെയുള്ള ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടില്ല. നമുക്ക് ഗൂഢാലോചനകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം ആലോചിക്കാം. ഏത് രാഷ്ട്രീയ പാർട്ടിക്കും തങ്ങളുടെ രാഷ്ട്രീയ ശക്തി തെളിയിക്കാനുള്ള പ്രകടനം നടത്താനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിന് പോലീസിനെയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസാണ് അതിന് അനുമതി കൊടുക്കുന്നത്. ഒരിക്കൽ പോലീസ് അതിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിലായി അതിൻ്റെ കടിഞ്ഞാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തന്നെ നമ്മൾ കണ്ടതുപോലെ തന്നെ വിജയ് ആദ്യം തന്നെ പോലീസിന് നന്ദി പറയുന്നുണ്ട്. കാരണം പോലീസിൻ്റെ നിയന്ത്രണമില്ലാതെ ഇതൊന്നും നടക്കില്ല. സ്വാഭാവികമായും പോലീസ് അതിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഈ 5000 പേർ വരും എന്ന് കരുതി ഇരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് 50,000 പേരോ 30,000 പേരോ വന്നാൽ തന്നെ നിങ്ങളുടെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റുകയാണ്. മാത്രമല്ല, രാവിലെ 8:45 നാമക്കൽ നടക്കേണ്ട ഒരു യോഗം 2 മണിക്കാണ് നടക്കുന്നത്. നാമക്കലിൽ നിന്ന് ഏതാണ്ട് 1 മണിക്കൂർ സമയം കൊണ്ട് ഈ അപകടമുണ്ടായ സ്ഥലത്തേക്ക് വരികയും ചെയ്യാം. ഏതാണ്ട് 5 മണിക്കൂറോളം വൈകി അല്ലെങ്കിൽ 3 മണിക്കൂറോളം 4 മണിക്കൂറോളം വൈകി ആണ് ആൾ വരുന്നത്. അപ്പോൾ തന്നെ ആളുകളുടെ എണ്ണം കൂടുന്നു, നിയന്ത്രണാതീതമാകുന്നു. എന്തുകൊണ്ട് പോലീസ് ഒരു വാണിംഗ് പോലും വിജയ്ക്ക് കൊടുത്തില്ല?
അത് സാധാരണ നമുക്കറിയാം IPLൻ്റെ ആ ദുരന്തം ഉണ്ടായ സമയത്ത് കർണാടകത്തിൽ പോലീസ് അവരോട് പറഞ്ഞിരുന്നതാണ് നിങ്ങളിത് ചെയ്യരുതെന്ന്. പക്ഷേ അതിനുശേഷം അതിനെ മറികടന്ന് പോയിട്ടാണ് ചെയ്തത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വിജയെ നമുക്ക് ആരോപിക്കാം. വിജയ്ക്ക് ഇതിനകത്ത് ഒരു നേരിട്ട് തന്നെ അദ്ദേഹം ഇതിനെ പോലീസിൻ്റെ വിലക്കിനെ മറികടന്നു. ഇതിപ്പോൾ ഒരു അപകടമുണ്ടായി, ഒരു ദുരന്തമുണ്ടായി, 41 ജീവനുകൾ നഷ്ടപ്പെട്ടു. ഇതിന് ശേഷം നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ ഇത് പലതരത്തിലുള്ള നമുക്ക് എല്ലാവർക്കും ഇരുട്ട് തപ്പുന്ന ഒരു പ്രതീതി ഉണ്ടാകുന്നു. പക്ഷേ ഈ നേതാവിനെ, രാഷ്ട്രീയ നേതാവിനെ മാത്രം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും ശരിയല്ല. കാരണം രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സിനിമയിലും മതപരമായ ചടങ്ങുകളിലും ഒക്കെ ആൾക്കൂട്ടം കൂടുന്നു. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇത് വളരെ എന്താ പറയുക, ആൾക്കൂട്ടം കൂടുന്നത് വളരെ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കും ആൾക്കൂട്ടം കൂടുന്നു. രണ്ട്, അവർക്കുള്ള താരാരാധനയുടെ സംഭവം. ഇപ്പം പറഞ്ഞതുപോലെ തന്നെ വിജയ് ഒരു വലിയ താരമാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കരുതുന്ന ഒരു ആളുകൾ വന്ന് കാണുന്നു. അവർക്കിടയിൽ ഒന്നുമില്ല. അവർക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ കാണുന്ന ലോജിക്കൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് വിജയ് എന്ന് പറയുന്ന നടൻ, താരത്തെ കാണുക, ഒന്ന് കണ്ടാൽ തൃപ്തിയായി എന്നുള്ള ആൾക്കാരാണ്. അവരതിനു വേണ്ടി എന്തും ചെയ്യും. ഇവിടെ എന്താണ് നടന്നതെന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ലാത്തതുകൊണ്ട് എന്ത് തരത്തിലാണ് ഈ അപകടത്തിന് കാരണമായത് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ക്രൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വളരെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഇപ്പോൾ കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ക്രൗഡ് മാനേജ്മെൻറ്റ്. അതിന് വേണ്ട രീതിയിൽ പോലീസ് ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായിട്ടും ആ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മാനേജ് ചെയ്ത ആളുകൾക്ക് തന്നെയാണ് ഇതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് DMK തമിഴ്നാട്ടിലെ ഒറ്റ കാര്യം കൂടെ, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രമുണ്ട്. ആ രാഷ്ട്രീയ ചരിത്രമൊക്കെ DMKയുടെ രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളൊക്കെ പറയാൻ ജയലളിത അടക്കമുള്ളവർ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തമിഴകത്തിന്റെ രാഷ്ട്രീയം അത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇനിയിപ്പോൾ ആരോപണം ഉന്നയിക്കുകയാണെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ വെള്ളിത്തിരയിൽ നിന്ന് നേരിട്ട് ഈ റാലിയിലേക്കൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ വിജയ് തെറ്റുപറ്റി അല്ലെങ്കിൽ കൃത്യമായി വിജയ് പഠിച്ചില്ല എന്നുള്ളൊരു കാര്യം ഇതിനകത്ത് ബാക്കിയാണ്. അട്ടിമറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലേ? അല്ല, അത് തന്നെ പറയും. നല്ല തിരക്കഥയിലാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടെങ്കിലുമായിട്ട് തമിഴകത്തിൻ്റെ രാഷ്ട്രീയം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ ചെറുതും വലുതുമായുള്ള തിരക്കഥകളുണ്ട്. ഇത് ഒരു മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു സംഭവത്തിലാണോ എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ കരൂർ എന്ന് പറയുന്ന സ്ഥലം DMKക്ക് ഇപ്പോൾ സെന്തിൽ ബാലാജി DMKയിലേക്ക് വന്നതിന് ശേഷം വളരെ കരുത്തുറ്റ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ചെറിയ രീതിയിലെങ്കിലും വിജയെപ്പോലൊരാളുടെ ഒരാൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു പ്രകടനം വിജയിക്കുന്നത് DMKക്ക് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടൊരു തിരിച്ചടി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എതിരാകും. സ്വാഭാവികമായിട്ടും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും മറ്റൊരാളെ തങ്ങളുടെ തട്ടകത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാത്തരം കാര്യങ്ങളും ചെയ്യും. ഇതൊരു സ്വാഭാവികമായ സംഭവമാണ്. നമ്മൾ പറഞ്ഞ ജനാധിപത്യം എന്നൊക്കെ പറയുമ്പോൾ പോലും എതിരാളികൾ തങ്ങളുടെ നാട്ടിൽ നിലയുറപ്പിക്കാതിരിക്കാൻ നോക്കും. പക്ഷെ ഇതാരാണ് ഇത് വരുന്നത്? ഓൾറെഡി അവിടെ തന്നെ ഏറ്റവും വലിയ ജനപ്രീതിയുള്ള ഒരാളാണ് വരുന്നത്. അതിന് ഇനി ഈ 15 മുതൽ 25 വയസ്സ് വരെയുള്ള ആളുകളാണ് ഈ വിജയുടെ ഫാൻസിൽ അധികം പേരും. അതിനെ കുറച്ചും കൂടി കുറച്ചും കൂടി ദൃഢപ്പെടുത്തി സ്ത്രീകളും മറ്റുള്ളവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലുള്ള കളം പിടിച്ചെടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളെയൊക്കെ എതിർക്കുന്നവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവരും ഇതിനെ കരുതിയിരിക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എന്തായാലും വിജയെ പോലെ ഒരാളെ എഴുതിത്തള്ളാൻ അവർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ ഇതിൻ്റെ പുറകിൽ പറയുന്ന സിദ്ധാന്തം അനുസരിച്ചുള്ളത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അതിലൊരു നടന് അല്ലെങ്കിൽ ഒരു താരത്തിന് തെറ്റുപറ്റിയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം വിജയ് ഉദ്ദേശിക്കുന്ന എന്താണ്? വിജയുടെ പാർട്ടിക്ക് കുറേ ഭരിക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. ജനാധിപത്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും അദ്ദേഹം ഭരിക്കാൻ വേണ്ടി തരുന്ന കൂടുതൽ ആൾ വരണം എന്ന് തന്നെ കരുതിയാണല്ലോ വരുന്നത്. അതിന് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, MGR, കരുണാനിധി, ജയലളിത തൊട്ട് ജയലളിതയുടെ മരണം വരെ തമിഴകം ഒരു പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ മറ്റൊരു സംസ്ഥാനവും കാണാത്ത അത്രയും നാടകീയമായ സംഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജയലളിതയുടെ മരണത്തിന് ശേഷം അത് DMK എന്നുള്ള ഒരൊറ്റ പേര് ചുരുങ്ങുന്നു, MK സ്റ്റാലിൻ എന്നൊരു പേരിൽ ചുരുങ്ങുന്നു. അഴഗിരി പോലും എവിടെയാണ് എന്ന് അറിയാത്ത തരത്തിലേക്ക് മാറിപ്പോകുന്നു. ഇത് തമിഴകത്തിന്റെ രാഷ്ട്രീയ ചരിത്രമാണ്. കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് നമുക്ക് ചോദിക്കാമെങ്കിൽ ഇത് നടക്കും അവിടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അത് ചരിത്രം പറയുന്ന കാര്യമാണ്. കരൂര് DMKയുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. സ്വാഭാവികമായിട്ടും സത്യം പുറത്തു വരും എന്നൊക്കെ വിജയ് പറയുമ്പോൾ അതൊരു വെറും മാസ് ഡയലോഗ് മാത്രമായിട്ട് കണക്കാക്കണം. സത്യം പുറത്തു വരും എന്ന് വിജയ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹം പറയേണ്ട പൊളിറ്റിക്കലി കറക്റ്റ് വാക്കുകൾ തന്നെയാണത്. താനല്ല ഇതിന് ഉത്തരവാദി. ആ സാഹചര്യം സൃഷ്ടിച്ചതിൽ തമിഴ്നാട് ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് ഭരണകക്ഷിയായ DMKയ്ക്കും മുഖ്യമന്ത്രി സ്റ്റാലിനുമൊക്കെയാണ് പങ്ക് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. 2-3 ദിവസത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം വാക്ചിത്രങ്ങളിലൂടെ
പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും ഒരു നേതാവ് എന്ന രീതിയിലുള്ള ഒരു ഭാവാദികളല്ല വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോഴും ആ ഒരു റിയൽ ലൈഫിൽ നിന്നും റിയൽ ലൈഫിലേക്ക് എത്രത്തോളം അദ്ദേഹം പറിച്ച് നടപ്പെട്ടു എന്ന ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ വലിയൊരു സാധ്യതയാണ് വിജയിൽ കണ്ടത്. അതായത് തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ഒരു വാക്യൂം, ഒരു ശൂന്യത കണ്ടു. ഇപ്പോൾ നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ DMKയുടെ തേർവാഴ്ച, രണ്ട് ദ്രാവിഡ കക്ഷികൾ DMKയും AIADMKയും രണ്ട് മുന്നണികളായി പടപൊരുതിയുന്ന കാലത്ത് നിന്ന് ഒരു ഭാഗം ജയലളിതയ്ക്ക് ശേഷം, ജയലളിതയുടെ തിരോധാനത്തിന് ശേഷം വല്ലാതെ ക്ഷീണിക്കുകയാണ്. AIADMK പ്രതാപകാലത്തിൻ്റെ കേവലം ഒരു നിഴൽ മാത്രമായി മാറിയിരിക്കുന്നു. പല ഖണ്ഡങ്ങളായി ചിതറി നിൽക്കുന്ന AIADMK BJP 1.5% നിന്നും മുന്നോട്ട് പോയി കുറച്ചൊക്കെ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു ഈ അടുത്ത കാലത്ത്. എങ്കിലും ഒരു ത്രഷ് ഹോൾഡ് പവർ എന്ന നിലയിൽ എത്തിയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ DMK മുന്നണി, അതായത് തമിഴ്നാട്ടിലെ ഇന്ത്യ മുന്നണിയെ, അത് സമാനം ശക്തമാണ്. കാരണം CPI, CPM, കോൺഗ്രസ് പാർട്ടി, DMK, VCK ഇവരെല്ലാം ചേർന്ന ശക്തമായ ഒരു സംവിധാനം. ആ മുന്നണിയെ പരാജയപ്പെടുത്തണമെങ്കിൽ മാസ് അപ്പീലുള്ള ഒരാൾ വേണം. അതുകൊണ്ട് തീർച്ചയായും വിജയിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സംഘടനാ ബലമല്ല എന്നോർക്കണം. വിജയ് മക്കൾ ഇയക്കം, അത് 8500ഓളം ഇയക്കങ്ങളാണ്. അതിൻ്റെ ഓരോ ഫാൻ ക്ലബിലും ഒരു ക്ലബിലും 25 പേര് വീതം. അപ്പോൾ വലിയൊരു നമ്പറാണ്. ഈ നമ്പർ പാർട്ടിയായി പരിഗണിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ടാണ് വിജയിൻ്റെ രാഷ്ട്രീയ പ്രവേശം. പക്ഷേ അത് മതിയാവുമോ? അവർക്ക് എത്രത്തോളം ഒരു പാർട്ടിയുടെ ഒരു അന്തസത്ത ഈ അണികൾക്ക്, ഈ ഫാൻ ക്ലബിൽ ഉൾക്കൊള്ളാനാവും? അവിടെയാണ് ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരു നല്ല രീതിയിൽ ആദ്യം മുതൽ തന്നെ പാർട്ടി അച്ചടക്കത്തിലൂടെ വളർന്നു വന്ന, സംഘടനാ പ്രിൻസിപ്പിൾസ് അറിയാവുന്ന ഒരു ക്രൗഡിനെയൊക്കെ പല ആവർത്തി കണ്ട ആളുകൾ അവർ വോളണ്ടിയേഴ്സായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകമാന അച്ചടക്കം. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ വൻ റാലികൾ, BJPയുടെ നരേന്ദ്രമോദിയുടെ റാലികളൊക്കെ വൻ റാലികളാണ്, പല പല കളങ്ങളായിട്ട് തിരിച്ചുകൊണ്ട്. അത് വലിയ മൈതാനങ്ങളിലാണ്. റോഡ് ഷോയുടെ ഡൈനമിക്സും റാലികളുടെ, അതായത് വലിയ മൈതാന പ്രസംഗങ്ങളുടെ ഡൈനമിക്സും രണ്ടാണ്. ഇവിടെ വിജയ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് തങ്ങൾ ആഗ്രഹിച്ച മൈതാനങ്ങൾ വിട്ടു നൽകിയില്ല? 2 ഇടങ്ങൾ ചോദിച്ചു, അത് രണ്ടും ഒഴിവാക്കി മൂന്നാമത് ഒരിടം സജസ്റ്റ് ചെയ്യുകയാണ്. അതും ഒഴിവാക്കിയതിന് ശേഷമാണിപ്പോൾ ഒരു ഹൈവേയിൽ അത് നടത്തേണ്ടി വന്നത്. രണ്ട് സെഗ്മെൻ്റായിട്ടുള്ള ഹൈവേ ആണ്, അതിന് നടുക്ക് ഡിവൈഡേഴ്സ് ഉൾപ്പെടെയുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് സാധാരണഗതിയിൽ ഇതുപോലൊരു സമ്മേളനം നടത്താനാവില്ല. അങ്ങനെയെങ്കിൽ ആ സാഹചര്യം സൃഷ്ടിച്ചത് DMK ഗവൺമെൻറ് അല്ലേ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അല്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന് അറിയാവുന്നതാണ്. അത് വൈകിയെങ്കിലും വന്നിരിക്കുന്നു. അതിനുള്ള മറുപടി DMKയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു, കരുണാനിധിയുടെ MK സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടിയും തിരിച്ചടിയുമായി മുന്നേറുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം, ഇപ്പോൾ ഇതാ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരുടെ അന്വേഷണമാണ്? ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നു. പക്ഷേ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് മറ്റാരുമല്ല, വിജയ് തന്നെയാണ്. അതിനർത്ഥം എന്താണ്? കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷണം വരുമ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് സംസ്ഥാന സർക്കാരിനെയോ പോലീസ് സംവിധാനത്തിനെയോ ഇംപ്ലിക്കേറ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഈ പറയുന്ന പുതിയ കക്ഷിക്ക്, തമിഴക വെട്രി കഴകത്തിന്. പക്ഷേ അത് സാധിക്കണമെങ്കിൽ വലിയൊരു വില കൊടുക്കേണ്ടി വരും. വിജയ് വിൽ ഹാവ് ടു കോഓപ്പറേറ്റ് വിത്ത് ബോത്ത് AIADMK ആൻഡ് BJP. ഒരുപക്ഷെ അതൊരു ബാലൻസിങ് ആക്റ്റാണ്. ഇപ്പോൾ നിലവിൽ BJPയെയും DMKയും ഒരുപോലെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിജയ്ക്ക് ആ ഒരു റെറ്ററിക്ക് മാറ്റിവെച്ചുകൊണ്ട് ഒരു പരിധി വരെയെങ്കിലും BJPയുമായും ദുർബലമായിക്കൊണ്ടിരിക്കുന്ന AIADMKയുമായും സഹകരിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങാം. ഒരുപക്ഷെ വിജയ് ആയിരിക്കാം അടുത്ത മുഖം. MK സ്റ്റാലിനെതിരെ ഒരു അടുത്ത മുഖ്യമന്ത്രി മുഖമായി ഈ മുന്നണി ഉയർത്തിക്കാട്ടാൻ വിജയിനെ ഉയർത്തിക്കാട്ടിയാൽ വിജയിനും ഒരുപക്ഷെ സമ്മതമായിരിക്കാം. ഈ രീതിയിലേക്കൊരു മാറ്റം മറിച്ചിൽ തമിഴക രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാ നിരീക്ഷകരും. ഞാൻ ഒറ്റ കാര്യം ഇതിനിടെ കൂടെ ചോദിച്ചു പോകുന്നു. സ്വാഭാവികമായിട്ടും ഈ കരൂരിൽ ഇറാലി എത്തുന്നതിന് മുൻപ്, ഇറാലി തുടങ്ങിയ 5 ജില്ലകളിലും ആ ജനപങ്കാളിത്തം കണ്ട് ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ളവർ പോലും ഇത്രയധികം ജനങ്ങളുണ്ടെങ്കിൽ, ഇത്രയധികം ബാക്കിലുണ്ടെങ്കിൽ ഇത് വോട്ടായാൽ വിജയ് തന്നെ അടുത്ത സർക്കാരിനെ നയിക്കുക എന്നുള്ളൊരു വിലയിരുത്തൽ നടത്തി കാണും. ആ സമയത്ത് സ്വാഭാവികമായിട്ടും DMKയെ സംബന്ധിച്ചിടത്തോളം ആ വിലയിരുത്തൽ ഉണ്ടാകാതിരിക്കില്ലല്ലോ.
കഴിഞ്ഞ വർഷം കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തം നടക്കുന്നത് ജൂൺ 20-ാം തീയതി. MK സ്റ്റാലിൻ വലിയ വിഷയങ്ങൾക്കും വിവാദങ്ങൾക്കും അല്ലെങ്കിൽ പ്രതിഷേധത്തിനൊക്കെ ശേഷം 22-ാം തീയതിയാണ് ഈ സ്ഥലത്തെത്തി ദുരന്തബാധിതരെ കാണുന്നത്. ഈ സംഭവം നടന്ന് വിത്തിൻ അവേഴ്സ്, മണിക്കൂറുകൾക്കുള്ളിൽ 7 മന്ത്രിമാരടക്കം സ്റ്റാലിൻ്റെ പട ഇവിടെ എത്തുകയാണ്. അതും വളരെ വളരെ സ്വാഭാവികമായിട്ട് കരുതാണോ? തിരക്കഥകളുള്ള രാഷ്ട്രീയമാണ് എന്ന് TV അണികളൊക്കെ പറയുമ്പോൾ അതും കൂട്ടിച്ചേർത്ത് വായിക്കണം. അത് അധികം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതില്ല എന്നാണ്. കാരണം ഇതൊരു അവസരം കണ്ടു. തിരക്കഥ അനുസരിച്ച് പോയി എന്ന് തോന്നാമെങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു വലിയ അവസരമാണ് DMKക്ക് കിട്ടിയത്. കാരണം ഇങ്ങനെ ഒരു 41 ജീവൻ അവിടെ പൊലിഞ്ഞപ്പോൾ DMKയുടെ പഴയ ശക്തി കേന്ദ്രം, അവിടുത്തെ MLA DMK ആണെന്ന് പറഞ്ഞത്. നേരത്തെ ADMK ആയിരുന്ന ആളാണ് സെന്തിൽ ബാലാജി. അദ്ദേഹം DMKയിലേക്ക് വന്ന് മന്ത്രിയായി, പിന്നീട് അഴിമതി ആരോപണങ്ങൾ പെട്ട് പുറത്തുപോയി. ഇപ്പോഴും അദ്ദേഹം വ്യക്തിപരമായി ആ മേഖലയിൽ ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ ആതിഥ്യത്തിൽ ആണ് 8-9 മന്ത്രിമാർ വരികയാണ്. അവർ പെട്ടെന്ന് ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപെടുകയാണ്. ഈ മരണപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോവുകയാണ്. വലിയൊരു ഓപ്റ്റിക്സാണ് നൽകുന്നത്. ആ സാധ്യത തീർച്ചയായും തിരക്കഥ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ തിരക്കഥ ആടുമായിരുന്നു. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹം അവിടം വിട്ടുപോയി? വിജയ്, വൈ ഡിഡ് വിജയ് എസ്കേപ്പ് ദ സീൻ? അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് വിവരമുള്ളാരും പറയില്ല. കാരണം കൂടുതൽ സ്റ്റാമ്പീഡ് ഉണ്ടാകും, അത് ആകെപ്പാടെ ആശയക്കുഴപ്പമുണ്ടാകും. പക്ഷേ ആ പ്രദേശം വിട്ടുപോയി മദ്രാസിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക് എന്തിന് പറന്നിറങ്ങി എന്ന ചോദ്യമാണ്. 3 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ മൗനവും വളരെ വാചാലമായിരുന്നു. പക്ഷേ ഇവിടെ DMKയെ അഭിനന്ദിക്കാതിരിക്കാനാവില്ല. അത് രാഷ്ട്രീയ തന്ത്രം ആണെങ്കിലും അല്ലെങ്കിലും ശരി, വളരെ പക്വതയോടുകൂടിയാണ് MK സ്റ്റാലിൻ പ്രതികരിച്ചത്. വിജയിനെ ഇപ്പോഴും നേരിട്ട് വിജയിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല എന്നോർക്കണം. വിജയ് കേസിൽ FIR-ൽ മിസ്റ്റർ വിജയിൻ്റെ പേരില്ല എന്നോർക്കണം. ഈ പാർട്ടി സംഘാടകർക്ക് നേരെയാണ്, പാർട്ടി സെക്രട്ടറിക്കും പാർട്ടി ട്രഷറർക്കും അവിടുത്തെ ലോക്കൽ സംഘാടകർക്കും എതിരെയാണ് കേസ് പോയിട്ടുള്ളത്. വിജയ് ഈസ് എക്സോണറേറ്റഡ് എന്ന് പറയാൻ കഴിയില്ല, ഇപ്പോൾ എക്സംപ്റ്റഡ് ആണ്. അതുകൊണ്ട് DMK ബുദ്ധിപൂർവ്വം നീങ്ങുന്നു. തിരക്കഥയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബുദ്ധിപൂർവ്വം നീങ്ങുന്നു. കാരണം വിജയ് എന്ന ഒരു മാസ് ലീഡറിനെ അല്ലെങ്കിൽ മാസ് താരത്തെ തൊട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ തമിഴ് മക്കളുടെ മനസ്സിന് ഇളക്കം വരാം. അതുകൊണ്ട് പരമാവധി വിജയിനെ വെറുതെ വിടുകയും അതേസമയം ആ വിഷയത്തെ കോൺഫ്രണ്ട് ചെയ്യുകയും അതിലേക്ക് എത്തി നിന്ന സാഹചര്യത്തിൽ ആ പാർട്ടിക്ക് അത് തമിഴക വെற்றி കഴകത്തിന് വീഴ്ച പറ്റിയെന്ന് തെളിയിക്കുകയും ചെയ്യാനാവും DMKയുടെ ശ്രമം. അത് റൈറ്റ് പോളിസിയാണ്. അതായത് അതിന് കുറ്റം പറയാനൊക്കില്ല. അതുകൊണ്ട് തിരക്കഥയൊന്നും ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല. ഓക്കെ, റൈറ്റ്. ശ്രീ ബിനു കിരിയത്ത്, കേരളത്തിലെ വിഷയമായിരുന്നെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ നേരിട്ട് തന്നെ ഞാൻ ചോദിച്ചേനെ. സിനിമാക്കാർ രാഷ്ട്രീയം മാറി നിൽക്കുന്നതാണ് നല്ലത്. അത് വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നമ്മളതിൽ ഒരു തർക്കവും തന്നെ. പക്ഷേ തമിഴകത്ത് ഈ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അങ്ങനെ അത്രയ്ക്ക് കണ്ട് വേർതിരിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വിജയ് എന്തുകൊണ്ട് ചെന്നൈക്ക് വണ്ടി കയറി? വിജയ് അതിന് കാരണം പറയുന്നു. അതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടായികയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പോകാമായിരുന്നു. എന്തുകൊണ്ട് മറ്റ് വിഷയങ്ങൾ തങ്ങൾ ചോദിച്ച സ്ഥലങ്ങൾ പോലും കിട്ടിയില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ വിജയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് വിജയ് എന്ന ഒരു സിനിമാ പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് അവധാനതയില്ലാതെ കടന്നു വന്നതുകൊണ്ട് സംഭവിച്ച പാളിച്ചയോ, അതല്ലെങ്കിൽ ഒരു വലിയ ജനപ്രീതി വിലങ്ങുതടിയാവും എന്ന് കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ തിരക്കഥയോ? ഇതിനകത്ത് തിരക്കഥയൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻ്റ് ആയിട്ടാണ് എനിക്ക് ആ വിഷ്വൽസ് ഇതുവരെ കണ്ടിട്ട് തോന്നിയത്. കാരണം നമുക്കറിയാം വിജയ് ഒരു അപ്കമിങ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനോ ഒന്നുമല്ല അവിടെ ജനം കൂടിയത് വിജയ് എന്ന നടൻ്റെ ഫാൻസ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഗർഭിണികളും പ്രതിശ്രുത വധൂവരനും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് 18 കുഞ്ഞുങ്ങൾ വരെ മരിക്കുന്നൊരവസ്ഥ വന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? വിജയിയുടെ രാഷ്ട്രീയം അല്ല. അപ്പോൾ വിജയ് എന്ന നടൻ്റെ ആരാധകരെ അത് തമിഴ്നാട്ടിൽ വളരെ കൂടുതലാണ്. നമുക്കറിയാമല്ലോ MGR മരിച്ചപ്പോൾ 31 പേരായിട്ട് കൂടെ ആത്മഹത്യ ചെയ്ത നാടാണ്. ഖുഷ്ബുവിന് അമ്പലം കെട്ടിയ നാടാണ്, ഇല്ലേ? നമ്മൾ പണ്ട് കളിയാക്കും തമിഴിൽ. ഇന്ന് കേരളത്തിലെ ഏകദേശം ആ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ. ഇത് എന്തൊരു വിരോധാഭാസമാണ്. ഒരു 12 മണിക്ക് വരും എന്നൊരു നടൻ പറയുമ്പോൾ 6 മണിക്കൂർ ലേറ്റായാൽ അവിടെ ക്രൗഡ് കൂടും. കാരണം അതൊരു ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ ഒരു ക്രൗഡ്? അത് വിജയ് വരും. എപ്പോൾ വരും എന്നുള്ളതല്ല, വിജയ് വരും. എന്നാൽ കണ്ടിട്ട് പോവാം. ഇത് നിന്ന് അവിടെ 1 ലിറ്റർ വെള്ളം കൊള്ളേണ്ട കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഓവർഫ്ലോ ആവും. അതാണ് അവിടെ സംഭവിച്ചത്. ക്രൗഡ് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ വരെ ചെറുപ്പക്കാർ കയറിയിരിക്കുന്നു, ഇല്ലേ? അതാണ് തമിഴ്നാട്. ഇവിടെ ഉള്ളവർ കയറില്ല. ഒരാൾക്ക് ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ ആ ഹോൾ ക്രൗഡിനും ഷോക്ക് അടിക്കൂലേ? ഈ ഇത്രയും മരണമൊന്നും ആയിരിക്കില്ല. ഷോക്ക് എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് അങ്ങോട്ട് പോകൂലേ?
അപ്പോൾ ഈ മരിച്ചവരുടെ ഭാഗത്ത് അത് തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. ഒരു മിനിറ്റ് ആലോചിക്കണം, ഓക്സിജൻ കിട്ടാതെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ വിജയ് ചെയ്തത് നല്ല കാര്യം. പക്ഷെ അത് പതുക്കെ ഒരാളുടെ കൊടുത്തിട്ട് ഒരു യുദ്ധമുഖത്ത് അന്നം കിട്ടുമ്പോൾ ഉള്ള ജനങ്ങളുടെ വികാരം തന്നെയാണ് അവിടെ കണ്ടത്. വെള്ളത്തിന് വേണ്ടി അവിടുന്നാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് വിജയ് അവിടുന്ന് പോകണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വിജയ്. പക്ഷെ ഒരു 6 hours ലേറ്റ് ആയത് ഒരു സിനിമാ നടന് ഓക്കെ, ഒരു രാഷ്ട്രീയക്കാരന് ഒട്ടും യോജിച്ചതല്ല. കാരണം അയാൾ നാട് ഭരിക്കേണ്ട ഒരാളാണ് എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആക്സിഡൻറ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചാനലുകാർ ഇന്നത്തെ ചർച്ചയൊക്കെ എന്തായിരുന്നേനെ? തമിഴ്നാട് വിജയ് കീഴടക്കുമോ എന്നായിരുന്നേനെ. അതിപ്പോൾ മാറി 2 ലക്ഷം ക്രൗഡ് എന്നൊക്കെ പറയുന്നു. അത് എക്സാജറേഷനാണ്. എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിന് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ വിജയ് എന്ന് പറയുന്ന നടൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ വേറെ ലെവലിലേക്ക് പോകാൻ സത്യമാണ്. ജനം ചിലപ്പോൾ വയലൻ്റ് ആവും. അവിടെ ആരാധനയൊക്കെ അങ്ങ് തീരും. കാരണം അവരവരുടെ വേദനിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയുള്ളൂ. പക്ഷെ വിജയ്ക്ക് ഒന്ന് ചെയ്യാമായിരുന്നു. പ്രസ് മീറ്റ് ഇന്ന് ലൈവാണ്, മൊബൈലിൽ ലൈവ് പോകാം. ആ കാറിലിരുന്നിട്ട് തന്നെ ഒരു ക്ഷമാപണം പറഞ്ഞിട്ട് ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്നൊക്കെ പറയാതെ 3 ദിവസം ഹൈഡ് ചെയ്തത് ഭയങ്കര തെറ്റാണ്. പിന്നെ 6 മണിക്കൂർ താമസിക്കുമ്പോൾ ഏതൊരു പരിപാടിക്കും അവിടെ ദാഹജലം കരുതുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതാണ്. നമ്മളൊക്കെ പല പാർട്ടി പരിപാടികൾക്ക് മുമ്പ് അന്നം കൊടുക്കണം. 6 hours. ഈ 6 hours വിജയ് AC വണ്ടിയിൽ വരുമ്പോൾ അവിടെ വെയിലത്ത് കുഞ്ഞുങ്ങൾ വരെ നിൽക്കുമ്പോൾ അവർക്ക് ഇത്രയും ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് ഡോക്ടർ മോഹൻ റോയ് നേരത്തെ പറഞ്ഞില്ലേ, അവിടെ വെള്ളം കരുതാം. നസീർ സാറ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് ക്രൗഡ് കൂടുന്നു പറഞ്ഞ് 4000 ബിരിയാണി കരുതി വെച്ചിരുന്നൊരു മഹാനടനുള്ള നാട്ടിലാണ് നമ്മൾ ജനിച്ചത് ഇല്ലേ? അപ്പോൾ അതായിരിക്കണം ഒരു താരം. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. ഈ ഇദ്ദേഹം ഏതൊരു വേദിയിലും പ്രസംഗിക്കുമ്പോൾ ഒരു അപ്കമിങ് എന്നുള്ളത് മറന്ന് എല്ലാവരെയും വളരെ ദയനീയമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്രസംഗവും കൂടെ നമുക്കറിയാം. കമൽഹാസനെ പോലും എന്താ പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹീറോ ഇല്ലേ, ഔട്ടായ നടൻ. സ്റ്റാലിൻ അങ്കിൾ ഇന്നലെ തൊട്ടത് CM സാറായി കേട്ടോ, അത് വേറെ കാര്യം. അമിത്ഷാജിയുടെ അവിടുന്ന് ഫോൺ വന്നിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന്, കേന്ദ്ര ആഭ്യന്തരത്തിൽ നിന്ന് ഫോൺ വന്നിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ആവരുത്. ഇതിപ്പോൾ വിജയെ നമ്മളാരും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് എന്താണിത്? ഈ 41 പേര് മരിച്ചവരെക്കാൾ ദയനീയമാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ. ചത്തവിനൊക്കുമേ ജീവിച്ചിരിക്കും. സഹിക്കാൻ പറ്റുമോ അത്? അപ്പോൾ ഞാൻ പറഞ്ഞത് അവർക്ക് സാമ്പത്തികം കൊടുത്തുകൊണ്ടൊന്നും ഇതൊന്നും ആവില്ലെങ്കിൽ പോലും വിജയ് അവർക്ക് കൊടുക്കേണ്ട സാമ്പത്തികം ഇതായിരുന്നില്ല. കാരണം 250 കോടി ഒരു സിനിമ, ഞാനത് പരസ്യമായിട്ട് പറഞ്ഞാണ്, 250 കോടി വാങ്ങിക്കുമ്പോൾ. കാരണം ഒരു വീട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ ആ മരിച്ചുപോയ പ്രതിശ്രുത വധുവും വരനും അവരാണ് ആ വീട്ടിലെ മൊത്തം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന 2 പേരാണെങ്കിൽ അവർ മരിച്ചോടുകൂടി 20 ലക്ഷം രൂപ കൊണ്ട് 2 കുടുംബമാണ്. എന്തെങ്കിലും ആവോ? ഇന്നത്തെ കാലത്ത് അറിയില്ല, ചെന്നൈയിൽ ഒരു പൊടി മണ്ണിന് എത്ര കോടിയാണ് വില. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മാനുഷികമായിട്ടും കൂടി ഇതിനകത്ത് ഇടപെട്ടിട്ട് രാഷ്ട്രീയം, ഈ പറഞ്ഞ എല്ലാ പാർട്ടികളും ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമുക്ക് മനുഷ്യരോടൊപ്പം നിൽക്കണം. വിജയ് എന്ന നടനെ നമുക്കും എല്ലാം ഇഷ്ടമാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ വിജയ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ്, ഗില്ലിയിലെ இந்த இடம் அந்த இடம் എല്ലാ ഇടം എനിക്ക് ഒരേമാതിരി, എന്നാൽ എല്ലായിടത്തും ഞാൻ താൻ അയ്യ. ആ അയ്യാണ് ഒളിച്ചോടിയതൊന്നും ആലോചിച്ച് നോക്കണം. അത് ദൈവമാണെങ്കിൽ അവിടെ നിന്നത് ചെയ്യണമായിരുന്നു. ഗില്ലിയിലെ ഡയലോഗാണ് അല്ലേ, ഞാനൊക്കെ കണ്ടിട്ട് ആ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അത് ഡയലോഗ്, അത് സിനിമയ്ക്ക് ഓക്കെ, ജീവിതത്തിൽ അത് ആവരുത്. ജീവിതത്തിൽ അതായത് ശ്രീ വിനുകരിയത്ത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഈ മധുരയിൽ സിംഹം ജീവനുള്ള ഇരയെ വേട്ടയാടുന്നു, പ്രോംപ്റ്റർ നോക്കി പറയുന്ന മാസ് ഡയലോഗ് പറയുന്ന നടൻ മാത്രമാണ് വിജയ്. അതുകൊണ്ടാണ് വിജയ്ക്ക് പ്രസ് മീറ്റ് നടത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു ഉത്തരം പറയാൻ കഴിയാത്തത്. നേരത്തെ പറഞ്ഞ ഒരു കാറിലിരുന്ന് ഒരു വീഡിയോ ഇടാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. അങ്ങനെയാണോ കരുതുന്നത്? അല്ല, ഞാൻ ചോദിച്ചു ആ കാറിൽ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇതേ ഇമേജേ മാറിയാണ്. ഞാൻ ഇന്ന് പത്രസമ്മേളനം എന്തിനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്? ഞാൻ ഒരു ലൈവ് അങ്ങ് പോയാൽ പോരെ? അവിടെ പറഞ്ഞ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പം പുള്ളി പറഞ്ഞത് എന്താണ്, എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷെ ബാക്കിയുള്ള എൻ്റെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു, എന്നെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നതിലപ്പുറം എന്താണ് ഇവിടെ ഒരു പൊളിറ്റിക്സ്? അറസ്റ്റ് ചെയ്താൽ കളറേ മാറും എന്നുള്ളത് നല്ല ജ്ഞാനമുണ്ട് സ്റ്റാലിനും മറ്റും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ, എത്രയോ ആക്സിഡൻറ്റുകൾ ഇവിടെ പോലും നമ്മുടെ കേരളത്തിൽ കുറച്ച് നാൾ മുമ്പ് മാഡം ഉമാ തോമസ് സ്റ്റേജ് പൊട്ടി വീണു. ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ഗാലറി തകർന്ന് വീണിട്ടുണ്ട്. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ മെസ്സിയോ ആര് വരുന്നുണ്ട്? ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് സർക്കാരിന് ഇപ്പോഴേ പറയാണ്, ബിലോ 10 years കിഡ്സിനെ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് യാതൊരു കാരണവശാലും അനുവാദം കൊടുക്കരുത്. പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് മാറിയ കേരളമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അല്ലല്ല, അത് സ്ട്രിക്റ്റ് ആക്കണം. ഇൻവിറ്റേഷൻ പാസിനകത്ത് അത് കിഡ്സിനെ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയണം. ഇല്ലെങ്കിൽ വല്ല നോക്കൂ, കുഞ്ഞുങ്ങൾ ഇടുപ്പത്തിരിക്കണ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അടുത്ത നിമിഷം ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന്.
അവർ തമിഴ് ജനതയെ ഞാൻ എപ്പോഴും പറയും കേട്ടോ, അവർക്ക് ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഇന്നലെ ഒരു പയ്യൻ പറഞ്ഞിട്ടുള്ള വിജയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ തമിഴ്നാട്ടിലെ സകല പോലീസ് സ്റ്റേഷനുകളും ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ് ഒരു 19കാരൻ പറയുന്നത്. അതാണ് അവരുടെ ആരാധന. അപ്പൊ അത് ആരാധനയിൽ നഷ്ടം അവരവർക്ക് വരുമ്പോഴല്ലേ ഈ വേദന. റൈറ്റ്, ഞാൻ തിരികെ മിനുക്കിരിയത്ത് ശ്രീ CB സത്യൻ, ആദവ് അർജുന, TVKയുടെ നേതാവ് കലാപാഹ്വാനം നടത്തി, അതിനാണ് കേസെടുത്തിരിക്കുന്നത്. കലാപാഹ്വാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് DMK സർക്കാരിനെതിരെയും പോലീസിനെതിരെയൊക്കെ. അതായത് നേരത്തെ ശ്രീ വിനുകുര്യത്ത് പറഞ്ഞ ഒരു വിഷയം, വളരെ അഗ്രസീവായിട്ടുള്ള വാചകങ്ങളാണ് പറയുന്നത്. സിനിമയിൽ പറയുന്നത് പോലെയല്ല, വളരെ വളരെ അഗ്രസീവായിട്ടുള്ള ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള, അതാണ് ഒരു ടാക്ടിക്സ് എന്ന് വിജയ് ധരിച്ചു വെച്ചിരിക്കുന്നു, വിജയ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഏതായാലും ഇനി അങ്ങോട്ട് ഇക്വേഷൻസ് മാറുകയാണ്. ഇനി ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ടി വിക്ക് മാത്രമായിട്ട് നിൽക്കാൻ കഴിയില്ല. അമിത്ഷാ വിളിക്കുന്നു, ഇന്ന് ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ എടുക്കേണ്ടതായിട്ട് വരും. ഇത് എടുക്കാതെ മുന്നോട്ട് പോകാൻ വിജയ്ക്ക് ഈ സാഹചര്യത്തിൽ കഴിയില്ല. സ്റ്റാലിനെതിരെ നേരിട്ട് എത്ര കാലം പടപൊരുതും? എത്ര പേരുണ്ട് വിജയ്ക്ക് വേണ്ടി പടപൊരുതാൻ? സ്റ്റാലിന് ഒരു വലിയ ടീം അവിടെയുണ്ട്. എന്താണ് DMK ചെയ്യുന്നത്? DMKയുടെ സ്റ്റാൻഡ് അതുപോലെയാണ്. അങ്ങനെ ഒരു ഇക്വേഷൻ മാറിയാൽ ADMK പ്ലസ് BJP പ്ലസ് TVK വിജയുടെ മുഖം, അങ്ങനെ ഒരു പുതിയ അധ്യായത്തിന് വഴി തുറക്കുമോ കരൂർ സ്റ്റാമ്പറ്റ്? അപർണ, എവരി ക്രൈസിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയാറുണ്ട്. ഇത് ബേസിക്കലി ഗംഭീരമായ ഒരു ക്രൈസിസ്, വലിയൊരു ക്രൈസിസ് ആണ്, ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തൊന്നും സംഭവം നടന്ന ഉടനെ സ്ഥലം വിട്ട വിജയ് ശ്രീ ബിനു കിരിയത്ത് ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡിംഗ് പുറത്തു വിട്ടില്ല, കാറിലിരുന്ന് വിടാമായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, വിജയിന്റെ രാഷ്ട്രീയ പ്രവേശം എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ടോ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം കൊണ്ടോ ഉണ്ടായ ഒന്നല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാലങ്ങളായിട്ട് വിവിധ പൊളിറ്റിക്കൽ തിങ്ക് ടാങ്കുകളെ ഉപയോഗിച്ച്, ഇന്റലക്ച്വലുകളെ ഉപയോഗിച്ച്, സ്ട്രാറ്റജിസ്റ്റുകളെ ഉപയോഗിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവേശമാണ് വിജയന്റേത്. നമ്മൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ വിജയന്റെ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ ചിത്രങ്ങളിലെല്ലാം വിജയന്റെ രാഷ്ട്രീയ പ്രവേശം, അതായത് ഒരു 10-50 വർഷം മുമ്പ് MGR എങ്ങനെയാണോ ഈ സീനിലേക്ക് വന്നത്, അതിന് തത്തുല്യമായ കൃത്യമായ ഒരു തിരക്കഥ തയ്യാറായിക്കൊണ്ട് അതിനെ ഒരു ആധുനികവൽക്കരിച്ച ഒരു സ്ട്രാറ്റജിയുമായിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് വിജയ് കടന്നു വരുന്നത്. അതായത് സിനിമകൾ ആ ഒരു ആംഗിളിൽ തന്നെ നിർമ്മിക്കുക, നായകൻ ഈ പറഞ്ഞ പാവപ്പെട്ടവരുടെ പടത്തലവനായ നായകനായിട്ട് സിനിമകളിൽ വരിക, ഇതുപോലുള്ള ഓരോ ഡയലോഗുകളും പഞ്ച് ഡയലോഗുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ജനങ്ങൾക്കിടയിൽ തരംഗം ഉണ്ടാക്കുക. അങ്ങനെ വളരെ പടിപ്പടിയായിട്ട് എന്നിട്ട് അദ്ദേഹം ആ സിനിമ അഭിനയം നിർത്തുന്ന വരെയുള്ള ഒരു കാലഘട്ടം വളരെ പ്ലാൻഡ് ആണ്. അപ്പം ഇതിനകത്ത് എന്തുകൊണ്ട് കമലഹാസന് വിജയിക്കാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമലഹാസൻ ഇത്തരത്തിലൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. എന്തുകൊണ്ട് രജനീകാന്തിന്റെ സ്വപ്നം ഒരുപക്ഷെ അദ്ദേഹം ഇത് വേണ്ടെന്ന് വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പ്ലാനിങ് അദ്ദേഹവും ചെയ്തിരുന്നില്ല. പക്ഷെ വിജയ് അങ്ങനെയല്ല. വിജയെ നമ്മൾ മറ്റു സിനിമാക്കാരെ പോലെ കാണുന്ന പോലെ കാണരുത്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് വളരെ സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് രംഗത്തിറങ്ങിയ ഒരു മനുഷ്യനാണ്. പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം തന്റെ പാർട്ടിയുടെ രൂപീകരണവും അതിന്റെ മുഴുവൻ തന്ത്രങ്ങളും അതിന്റെ മുഴുവൻ മീഡിയ സ്ട്രാറ്റജിയും സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയും ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം വിജയ് ഉന്നം വെക്കുന്നത് ഒരു വലിയ ശൂന്യതയുണ്ട്. നേരത്തെ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ ഈ തമിഴ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. അത് ചരിത്രപരമായിട്ട് അങ്ങനെയാണ്. ഒരുപക്ഷെ തുടക്കകാലത്തെ ഒരു സ്ട്രെങ്ത്, ഒരു പെരിയോരുടെയൊക്കെ കാലമൊക്കെ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ അപ്പുറവും ഇപ്പുറവും മറിയുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. നമ്മുടെ റോമൻ കൊളോസിയത്തിലൊക്കെ പറഞ്ഞ പോലെ ജനങ്ങളെ ആഘോഷിപ്പിക്കുക, ജനങ്ങളെ എന്റർടൈൻ ചെയ്യിക്കുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായിരുന്നു തമിഴകത്തിൻ്റെത്. അവിടെ ഈ പറഞ്ഞ പോലെ പകയും പ്രതികാരവും തുടങ്ങിയ എല്ലാ സെന്റിമെന്റ്സും ഭയങ്കരമായിട്ട് കൂട്ടിക്കുഴച്ച് വെച്ച് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ചുറ്റുപാടാണ് അവിടെ. അപ്പൊ അവിടേക്ക് നിലവിൽ നമ്മൾ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവിടെ ഈ പറഞ്ഞ സെന്റിമെന്റ്സിനൊന്നും വലിയ സ്ഥാനമില്ലാത്ത അവസ്ഥയാണ്. കാരണം വളരെ പ്യുവറായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അവിടെ ADMKയും DMKയും തമ്മിലുള്ള പൊരുതൽ, ഇതിനകത്ത് രണ്ടിനകത്തും സിനിമക്കാരില്ല. ഇതിനകത്ത് രണ്ട് സൈഡിലും ഇതുപോലെ ജനങ്ങളെ ഇളക്കി മറിക്കുന്ന ആൾക്കാരില്ല. ജയലളിതയ്ക്ക് ശേഷം പ്യുവറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതൃത്വമാണ് ADMKയ്ക്കുള്ളത്. DMKയ്ക്കും അതുപോലെ സ്റ്റാലിന്റെ പ്യുവറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നേതൃത്വമാണുള്ളത്. അങ്ങനെ രണ്ട് പൊളിറ്റിക്കൽ, ഈവൻ BJP എടുത്ത് നോക്കിയാൽ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ നേതൃത്വമാണുള്ളത്. അപ്പം ഈ ഒരു സ്ഥലത്ത് ജനങ്ങളെ ഇളക്കി മറിക്കാൻ പറ്റുന്ന വിജയിനെ പോലൊരാളുടെ അഭാവം വളരെ വ്യക്തമാണ്. കാരണം ഈ പറഞ്ഞ ADMK ആൾമോസ്റ്റ് അവസാനിച്ചു.
എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഈ എന്താ പറയുന്നത് ബിഗിനിങ് ഓഫ് ദ എൻഡ് ജയലളിതയുടെ മരണത്തോടെ തുടങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം അത് സ്വാഭാവികമായ രംഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ വിടവുണ്ട്. ആ വിടവിലേക്ക് BJPക്ക് കടന്നു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം BJP മുന്നോട്ട് വെക്കുന്ന ഒരു ദേശീയതയും തമിഴകത്തിന് വേണ്ടുന്ന ഒരു ദ്രവീഡീയതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു കാരണവശാലും BJPക്ക് ഈ വാക്യം ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ വാക്യം ഫില്ല് ചെയ്യണമെങ്കിൽ മറ്റൊരാൾ വരണം. ആ ഒരാളെന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. തമിഴിലെ രാഷ്ട്രീയത്തിനകത്ത് ഈ പറഞ്ഞ സമുദായങ്ങൾക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമുദായങ്ങളുടെ സ്ഥാനവും എല്ലാം തെറ്റിച്ചു കളഞ്ഞത് ഒരുപക്ഷെ MGRന്റെ വരവാണ്. മലയാളിയായ MGR തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞതുപോലെ അവിടുത്തെ എല്ലാ ജാതി സമവാക്യങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് എത്രയോ വർഷങ്ങൾ നിലനിന്നത്. അപ്പം ആ ഒരു തരത്തിലേക്ക് ഇപ്പം വിജയിന്റെ പേര് പറയുമ്പോൾ ജോസഫ് വിജയ് എന്ന് ആൾക്കാർ പ്രത്യേകം എടുത്തു പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലനിൽപ്പ് തന്നെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ജാതിക്ക് അതീതമായൊരു നിലനിൽപ്പ് വിജയ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം വിജയിന്റെ ഫാൻസ്, പ്രത്യേകിച്ചും നേരത്തെ ചന്ദ്രകാന്ത് പറഞ്ഞതുപോലെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. 15-18 ഇടയിലുള്ള കുട്ടികളുടെ ഒരു വലിയ ലോകം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വർഷം എത്രയോ ലക്ഷം പുതിയ വോട്ടർമാരാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 10-15 തലമുറയെ കംപ്ലീറ്റ് ആയിട്ട് വിജയിന് തന്റെ കൂടെ നിർത്താനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഒരുപക്ഷെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പില് വിജയിന് ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ വിജയ് അതിശക്തമായ ഒരു സാന്നിധ്യം അറിയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. നേരത്തെ പറഞ്ഞ BJPക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത ആ ഒരു സ്വാധീനം, അത് വിജയ്ക്ക് ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ലാതെ വരിക. അമിത്ഷാ വിളിക്കുമ്പോൾ ഇപ്പോൾ കോൾ എടുക്കാത്ത വിജയ്, അതും ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് കരുതിയാൽ മതി. കുറെ ദിവസത്തേക്ക്, കുറെ നാളേക്ക് ആ തന്ത്രം പയറ്റാൻ വിജയന് കഴിയില്ല. അങ്ങനെ കൂടി വിചാരിക്കണോ? ഇല്ല, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ജയലളിതയുടെ ഒരു വഴിയുണ്ട്. ജയലളിത അപമാനിക്കപ്പെട്ട് നിഷ്കാസിതരായി പുറത്തുപോയ ജയലളിതയുടെ ഒരു തിരിച്ചുവരവുണ്ട് തമിഴകത്തിന്. അതുപോലെ തമിഴകം അത്ര ഒരു വലിയ ഓപ്പർച്യൂണിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് നേരത്തെ മോഹൻ സാറ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സ്റ്റാമ്പേഡ് ഉണ്ടായിട്ട് ഇത്രയും പേർ മരിച്ചിട്ട് അതിനകത്ത് ഏറ്റവും നെടുനായകത്വം വഹിച്ച, കാരണം ഇവരെല്ലാം വിജയിനെ കാണാൻ വന്ന് വിജയിനെ കാണാനുള്ള ഒരു ആവേശത്തിന്റെ പുറത്ത് തറയിൽ വീണ് അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ച മനുഷ്യരാണ്. അതിനകത്ത് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത അതേ നീതി ഇവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്, വിജയ് ഒന്നാം പ്രതി ആവേണ്ടതാണ്. പക്ഷെ വിജയ് ഒന്നാം പ്രതി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം കഥ മാറി. ഈ ക്രൈസിസ് എന്ന് പറയുന്നത് വിജയനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആവും. വിജയ്ക്ക് അറസ്റ്റ് വരിക്കാൻ പറ്റിയാൽ, വിജയ്ക്ക് ഇതിന്റെ പേരിൽ ജയിലിൽ പോകാൻ പറ്റിയാൽ, വിജയ്ക്ക് ഇതിന്റെ പേരിൽ എന്താ പറയുന്നത് കോടതി നടപടികളെ നേരിടാൻ പറ്റിയാൽ വിജയ് തമിഴ് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും. ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് DMK അത്തരം ഒരു നടപടി മുന്നോട്ട് വയ്ക്കാത്തത്. DMK വളരെ സൂക്ഷിച്ച് വിജയിനെ ഈ കംപ്ലീറ്റ് പ്രതിസ്ഥാനത്ത് നിന്നും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള പാർട്ടി ഫംഗ്ഷനുകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ പിന്നിലുള്ള യഥാർത്ഥ വികാരം എന്ന് പറയുന്നത് വിജയിയെ ഒരു രക്തസാക്ഷി ായിട്ട് വിജയിക്കാൻ അനുവദിക്കരുത് എന്നുള്ള കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി വിജയിന് മുന്നോട്ട് വെക്കുന്നുണ്ട്, ഒരു വലിയ ഓപ്പർച്യൂണിറ്റി DMKക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം DMKയുടെ നിലവിലെ തമിഴ് രാഷ്ട്രീയത്തിന്റെ അവസ്ഥ, അതായത് ഞാൻ കരൂർ സംഭവത്തിന് മുമ്പുള്ള അവസ്ഥ പറയുകയാണ്. കരൂർ സംഭവത്തിന് മുമ്പുള്ള അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം മനസ്സിലാവുന്നത് ഒരു DMKക്ക് ഒരു വാക്ക് ഓവർ ആയിരുന്നു ഏറെക്കുറെ. ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ADMK, കാര്യമായിട്ട് ക്ലച്ച് പിടിക്കാത്ത BJP, വളർന്നു വരുന്ന വിജയുടെ ഒരു പൊളിറ്റിക്കൽ ടെസ്റ്റിംഗ്, ഒരു ആസറ്റ് ടെസ്റ്റ് ചെയ്ത് നടന്നിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും DMKക്ക് ഒരു ആൾമോസ്റ്റ് ഒരു ഈസി വാക്ക് ഓവർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു തമിഴകം നിലനിന്നിരുന്നത്. പക്ഷേ അവർ വിജയിയെ വളരെ കരുത്തനായ എതിരാളിയായി കാണുന്നതിന് പിന്നിൽ സ്റ്റാലിന്റെ കേസല്ല, സ്റ്റാലിന് ശേഷം വരുന്ന AIADMKയിൽ സ്റ്റാലിന്റെ പിൻഗാമിയായി വരുന്ന ഉദയനിധി മാരനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ഒരാളാണ് വിജയ്. ഉദയനിധി മാരനെ പോലൊരാൾക്ക്, വിജയിനെ പോലൊരാളുടെ കരിസ്മയ്ക്ക് മുന്നിൽ, അയാളുടെ സ്വാധീന ശക്തിക്ക് മുന്നിൽ എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ വളരെ ഫോർവേഡായിട്ടാണ് DMK ഇതിനെ പൊളിറ്റിക്കലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരതിന്റെ തന്ത്രങ്ങൾ അതേ രൂപത്തിൽ മെനയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വിജയ് മോശക്കാരനല്ല, വിജയുടെ തന്ത്രങ്ങളും വളരെ ശക്തമാണ്. 3 ദിവസം വിജയ് എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കെയർഫുൾ ആയിട്ട് തയ്യാറാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം വായിച്ചത്. അദ്ദേഹം ഒരു തന്റെ സിനിമാ നടനെ തോൽപ്പിക്കുന്ന രീതിയിൽ ഏറ്റവും ഗംഭീരമായിട്ട്, ഏറ്റവും ഗദ്ഗത കണ്ടനായിട്ട് മുന്നോട്ട് വന്നിട്ട് വായിച്ച ആ ഒരു സാധനം കണ്ടിട്ട് ചിലപ്പം നെടുവീർപ്പിടുന്ന, കൂടെ കരയുന്ന 10,000-കണക്കിന് ആരാധകർ അദ്ദേഹത്തിനുണ്ടാകും. അപ്പൊ അങ്ങനെ വളരെ കെയർഫുള്ളി ക്രാഫ്റ്റഡ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി അത് വളരെ കൃത്യമായ ഒരു സിനിമാറ്റിക് ടോണിൽ തന്നെ വായിച്ച് ജനങ്ങളിലേക്ക് വിജയ് തിരിച്ചെത്തുകയാണ്. അപ്പൊ അത് 1-ാം ദിവസമോ 2-ാം ദിവസമോ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ സാധനങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ 3 ദിവസത്തെ താമസമൊന്നും ഒരു 2 ആഴ്ച കഴിഞ്ഞുള്ള ചരിത്രത്തിനകത്ത് ആരും പരിഗണിക്കില്ല.
കാരണം അപ്പോഴേക്ക് 3 ദിവസം കഴിഞ്ഞാണ് വിജയ് പ്രതികരിച്ചതെന്ന് പറയുന്ന ഒന്നും വാർത്തയേ അല്ലാതാകും. അത് നമുക്ക് ഇന്നോ നാളെയോ മാത്രമാണ് വാർത്ത. അതിനുശേഷം അതൊരു വാർത്തയല്ല. അപ്പൊ അതുകൊണ്ട് വിജയും ഇതൊരു അവസരമായിട്ട് തന്നെ എടുക്കുകയാണ്. 41 പേരുടെ ഈ തമിഴ് രാഷ്ട്രീയവും ഈ ലോകവും ഒക്കെ ഈ 41 പേരുടെ മരണം അധികം താമസിയാതെ മറക്കും. അപ്പം ഈ പറഞ്ഞതിൽ വിജയ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു രാഷ്ട്രീയ ഉദയത്തിന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ തറക്കല്ലിടുന്ന സംഭവമായിരിക്കും ചിലപ്പോൾ ഈ കരൂരിലെ 41 പേരുടെ മരണം. നമുക്കറിയില്ല. കാരണം തമിഴ് രാഷ്ട്രീയം എപ്പോഴും ജനക്കൂട്ടത്തിന്റെ രാഷ്ട്രീയമായതുകൊണ്ട് അത് ഏത് വശത്തേക്ക് മറിയുന്നു എന്നുള്ളത് തികച്ചും റൈറ്റ്, തീർച്ചയായിട്ടും ഞാൻ തിരികെ എത്താം. ശ്രീ സിബി സത്യൻ, ചന്ദ്രകാന്ത് വളരെ വളരെ ഒരു ടേണിൽ അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റിലേക്ക് കടക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് സിബി സത്യൻ പറഞ്ഞു നിർത്തുന്നത്. പിടിച്ചതിനേക്കാളും വലുതാണോ അളയിലിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന തരത്തിൽ രാഷ്ട്രീയത്തിന്റെ ഇക്വേഷൻസ് എല്ലാ കാലത്തും മാറാറുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 3 ദിവസം എന്തുകൊണ്ട് വൈകി ഇങ്ങനെ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു വിശദീകരണം നൽകാനെന്ന് ചോദിക്കുമ്പോൾ അതുപോലും വളരെ പ്രീ പ്ലാൻഡ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ്, ഇനി 2 ആഴ്ച കഴിയുമ്പോൾ ഇതായിരിക്കില്ല ജനങ്ങൾ ഓർക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. അതിലും വലുത് മറക്കുന്ന ജനമാണ്. സ്വാഭാവികമായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഇനി വരാൻ പോകുന്ന സഖ്യങ്ങൾ, ഇക്വേഷൻ മാറ്റങ്ങളൊക്കെ ഉണ്ട്. വിജയ് ഒരു മുഴം മുന്നേ കൂടി എറിയുന്നുണ്ട് ഈ സമയത്ത്. അങ്ങനെ കണക്കാക്കണോ? അതായത് ഒരു വിക്ടിമൈസേഷൻ കാർഡ് വിജയ് ഇതിനകത്ത് കളിക്കുന്നുണ്ടോ? അപർണ, സിബി പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്. അതായത് ഈ ദുരന്തത്തിന് മുമ്പ് ഏതാണ്ട് ഒരു ഈസി വാക്ക് ഓവർ എന്ന മട്ടിലേക്ക് പോവുകയായിരുന്നു ഡി എം കെയുടെ സർക്കാരും. കാരണം തമിഴ്നാടിന് നമ്മൾ നോക്കൂ, അവരുടെ GDP-യുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസപരമായ ഒരു ഉയർച്ച, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ലോകമെമ്പാടും എത്തി അവരുടെ അഭിമാനത്തെ വാനോളം ഉയർത്തുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തമിഴ്നാടിന് കിട്ടുന്ന ഒരു പ്രാധാന്യം ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ കിട്ടുന്നു. നമുക്കറിയാം, ലോകത്തെ പല രാജ്യങ്ങളിലും അവരുടെ ആളുകൾ ചെന്ന് ഒരു വിജയിക്കുന്നു, ഈ അവസ്ഥ വരുന്നു. സ്വാഭാവികമായിട്ടും ഇത് DMKയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കുമായിരുന്നു. നമുക്കറിയാം, ഒരു സിനിമ ഇവിടെ തിരക്കഥാകൃത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ആധികാരികമായിട്ട് പറയില്ല, പക്ഷേ ഒരു നായകൻ്റെ എൻട്രി എന്ന് പറയുന്നത് വളരെ ഒരു നിർണായകമായ തലത്തിലാകുമ്പോഴാണ് ആ സിനിമയ്ക്ക് നല്ലൊരു പഞ്ച് എൻട്രി കിട്ടുന്നത്. ഇപ്പോൾ നോക്കുക, അദ്ദേഹം അന്നേരം പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല എങ്കിൽ വളരെ പ്ലാൻഡായിട്ട് വളരെ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണയുള്ള നടനത്തെക്കാൾ എത്രയോ വലിയ നിലയിലുള്ള ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോ സന്ദേശം. അത് ഇത്തരം ചെറിയ കാര്യങ്ങളൊന്നും ഒരിക്കലും ഒരു വലിയ കഥയിൽ ഇതാകില്ല. അദ്ദേഹം എന്തു പറഞ്ഞു എന്നുള്ളതും, അദ്ദേഹം പറഞ്ഞ CM സാർ എന്നെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുകയാണ്. നമ്മളിത് ഒരുപക്ഷെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ സമാനമായിട്ടൊരു ഡയലോഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ശ്രീനിവാസൻ തന്നെ തിരക്കഥ എഴുതിയ സിനിമയിൽ പറയുന്നുണ്ട്. ഇത് ചെന്ന് തറയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യത്തെ ദിവസം കാണാൻ വേണ്ടി പാലാഭിഷേകവും പുഷ്പാഭിഷേകവും നടത്തുന്ന തരത്തിലേക്കുള്ള ഒരു ജനതയിലേക്കാണ് ചെന്ന് പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിലപാടുകൾ അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള ചില നടപടികൾ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് കാര്യം സംശയമില്ല. മാത്രമല്ല, ഇതിപ്പോൾ മറ്റൊരു തരത്തിലുള്ള പറഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള സാധ്യതകൾക്കാണ് വഴിതെളിക്കുന്നത്. എല്ലാവരും ഈ തിയറി വിശ്വസിക്കുമെന്നുണ്ടോ? ഇതൊരു അബദ്ധത്തിൽ സംഭവിച്ചാണെന്നൊന്നുമില്ല. കുറേ പേര് തീർച്ചയായിട്ടും ഇതിനൊരു കോൺസ്പിറസി തിയറിയായിട്ടും ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സംഭവമായിട്ടും തീർച്ചയായിട്ടും പറയും. അതുകൊണ്ട് തന്നെയാണ് BJP ആദ്യം തന്നെ അണ്ണാമല ഒരു പരുക്കമില്ലാത്ത തരത്തിലാണ് വിജയെക്കുറിച്ച് സംസാരിച്ചത്. അതിനുശേഷം അത് മനസ്സിലാക്കിയാണ് DMK സ്റ്റാലിനൊക്കെ സംസാരിച്ചതും. പിന്നീട് FIR വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു നിയമപരമായ സാധ്യതയിൽ പോലും അദ്ദേഹത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കണ്ടതാണ് അല്ലു അർജുൻ്റെ കാര്യത്തിൽ. അല്ലു അർജുന് വാണിംഗ് കൊടുത്തിട്ട് പോലും അവിടെ പോയി അപകടമുണ്ടായി, 2 പേര് മരിക്കുന്നു. അവിടെ നടന്ന നടപടികളല്ല ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് രാഷ്ട്രീയപരമായ വലിയ മാനങ്ങളുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു. അവരുടെ ശക്തി, അവരുടെ ഫാൻസ് അസോസിയേഷൻ്റെയും അവരുടെ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും വിജയെ അറസ്റ്റ് ചെയ്യാൻ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. വിജയുടെ ദേഹത്തൊരു പോറൽ അല്ലെങ്കിൽ വിജയെ പുറത്ത് കൈവച്ചാൽ, ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഇവിടെ മനോജ് കെ ജയനെ പോലെ നടൻ പറഞ്ഞിട്ടുണ്ട്, ദളപതിയിൽ അഭിനയിച്ചപ്പോൾ രജനീകാന്തിനെ അടിച്ചതിൻ്റെ പേരിൽ ആരോ അദ്ദേഹത്തെ വന്ന് അടിച്ചിട്ട് പോയി, എവിടെ സ്ഥലത്ത് വന്നിട്ട്. ഇത് ഞാൻ കേട്ട കഥയാണ്. അപ്പം ആ തരത്തിൽ താരത്തോടുള്ള ആരാധനയുള്ള ഒരു സ്ഥലത്ത് ഇതിനപ്പുറം സംഭവങ്ങൾ സംഭവിക്കാം. ഇതൊരു രാഷ്ട്രീയമാണ്. ഇനി 8 മാസത്തോളം മാത്രം മാറി നിൽക്കുന്ന സമയത്താണ് ഇലക്ഷൻ വരാൻ പോകുന്നത്. 8 മാസമൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിലേക്ക് അതിവേഗം പോയിക്കൊണ്ട്, അതുകൊണ്ടാണ് ഈ പറഞ്ഞ മദ്യദുരന്തം ഉണ്ടായ സ്ഥലത്ത് വരാൻ വൈകിയ സ്റ്റാലിൻ ഇവിടെ മന്ത്രിമാരുമായിട്ട് ഒരു സംഘമായിട്ട് വരുന്നു. നമുക്കറിയാം, അതിൻ്റെ ഒരു മന്ത്രി കരയുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടു. ഇതൊക്കെ മന്ത്രി അങ്ങനെ കരയുന്നത് വെറുതെ അങ്ങ് കരഞ്ഞു പോവുകയാണ്. ഇതെല്ലാം ഒന്നും അങ്ങനെ സംഭവിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. ഇത് എല്ലാവർക്കും ഇതിൻ്റെ പുറകിൽ ഒരു സാധ്യത ഒളിഞ്ഞു കിടക്കുന്നത് കാണുന്നു.
മരിച്ചത് പാവപ്പെട്ടവരാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് പറഞ്ഞ പോലെ ഉമാ തോമസിൻ്റെ കാര്യം നമ്മൾ ഇതിനിടയ്ക്ക് പരാമർശിച്ചു പോയി. നമുക്കറിയാം ഒരു സ്ഥലത്ത് ചെയ്യരുതാത്തൊരു കാര്യം ചെയ്തതുകൊണ്ടാണ് അവിടെ ഒരു വളരെ നിസ്സാരമായിട്ട് കണ്ടതുകൊണ്ടല്ലേ അവർക്ക് അപകടം ഉണ്ടായത്. അതിൽ വീണതൊരു MLA ആയതുകൊണ്ടും ആ MLA ഇത്രയും ഒരു ഹൈ പ്രൊഫൈലുള്ള ആളായതുകൊണ്ട് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ ഒരു ചായ കൊടുക്കുന്നവനോ വെള്ളം കൊടുക്കുന്നവനോ ആയിരുന്നെങ്കിൽ നമ്മളതിനെപ്പറ്റി പിറ്റേ ദിവസം മറന്നനെ. ഈ 41 പേർക്ക് നമ്മുടെ മുമ്പിൽ മുഖമുണ്ടോ? ഇല്ല. അവരിതിൻ്റെ ഒരു ഭാഗമായിട്ട് പോകും എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് രാഷ്ട്രീയ കളികൾക്കുള്ള ഒരു തുടക്കം മാത്രമാണ് ഈ ദുരന്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇങ്ങനെ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് അവിടെ നിൽക്കുമ്പോൾ ഇന്ന് അമിത്ഷാ വിളിക്കുന്നു, വിജയൻ്റെ ഓഫീസിൽ വിളിക്കുന്നു. വിജയ് ഈ ഫോൺ കോൾ അവഗണിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഈ അവഗണിക്കുന്നതിന് പകരം വിജയ് ആ ഫോൺ കോൾ എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നത്, അതിന് മുന്നിൽ നിന്ന് അതിന് മറുപടി അത് പറയാൻ പോകുന്നത് DMKയുടെ നേതാക്കളായിരിക്കും എന്നറിയുന്ന വിജയാണ്. അതായത് വിജയ് ഇത് പ്രീ പ്ലാൻഡ് അല്ലാണ്ടല്ല ഈ പ്രതികരണം. ഈ 3 ദിവസം വൈകുന്നത് പോലും പ്ലാൻഡായിട്ട് തന്നെയാണ് നടത്തുന്നത്. സിനിമകളിലൂടെ ഈ സ്ട്രാറ്റജി മുന്നിൽ കൊണ്ടുവന്ന് അതിനുശേഷം മാത്രം താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ച നടനാണ് വിജയ്. സ്വാഭാവികമായിട്ടും ആളറിയാത്ത കഥകളും സ്റ്റെപ്പുകളും ഒന്നും അല്ല നടക്കുന്നത് എന്ന് കരുതണോ? ഇനിയുള്ള 8 മാസം DMKയുടെ ഒരു പക്ഷേ കാറ്റുമാറി വീശാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. ഒരു ഈസി വാക്ക് ഓവർ പോയോ? ഈസി വാക്ക് ഓവർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിലിരുന്നു കൊണ്ട് വിജയിനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു തരം വിലപേശലാണ്. നോക്കൂ, ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ പലവട്ടം വിളിച്ചു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം എടുക്കാൻ വിസമ്മതിച്ചു. ആ ഒരു പോരാട്ടം, ഈ തീരുവ പോരാട്ടം കട്ടക്ക് നിൽക്കുന്ന സമയത്ത് അത് സത്യമാണെങ്കിലും അല്ല എങ്കിലും വിജയിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു ദിവസം ഈ ദുരന്തം നടന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പെട്ടെന്ന് BJPക്കെതിരെയുള്ള എല്ലാ വിമർശനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അമിത്ഷായുടെ ഫോൺ എടുത്ത് അവർ സംസാരിക്കുന്ന എന്തായാലും ദുഃഖാചരണമൊന്നും അല്ലല്ലോ, രാഷ്ട്രീയം തന്നെ ആയിരിക്കുമല്ലോ. ഈ ഘട്ടത്തിലും പക്ക രാഷ്ട്രീയം തന്നെ ആയിരിക്കണം സംസാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡിലേയിങ് എന്നതിന് ഒരു ടാക്ടിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആത്യന്തികമായി ആഴത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എക്കാലത്തും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ അവർ കേന്ദ്രത്തിൻ്റെ സഹായം തേടിയിട്ടുണ്ട്, സഹായം തേടേണ്ടി വന്നിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ആകട്ടെ BJPയുടെ ആകട്ടെ കേന്ദ്രവിരുദ്ധതയൊക്കെ പറയും, കോൺഗ്രസ് വിരുദ്ധത പറയും ദ്രാവിഡ പാർട്ടികൾ. പിന്നീട് ഏതെങ്കിലും ഒരു മുന്നണിയിൽ DMK കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ AIADMK മറുപക്ഷത്ത് നിൽക്കും, തിരിച്ചും. ഇങ്ങനെ ഒരു പാർട്ടിയും BJP ഉൾപ്പെടെ ഒരു പാർട്ടിയും അസ്പൃശ്യരല്ല DMKയ്ക്കും ADMKയ്ക്കും എന്നത് നമ്മൾ പല ആവർത്തി കണ്ടതാണ്. അതുകൊണ്ട് വെൻ ദി ഗോയിങ് ഗെറ്റ് ടഫ് എങ്ങനെയാണ് വിജയ് എന്ന രാഷ്ട്രീയ നേതാവ് പ്രതികരിക്കുന്നത്? അദ്ദേഹത്തെ ഇപ്പോഴും സിനിമാ താരമായി കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും പൂർണ്ണ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് പൂർണ്ണ തോതിൽ അദ്ദേഹം പ്രവേശിച്ചു എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് അമിത്ഷായുടെ കോൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു യങ് ലീഡർ അണ്ണാമലയ്ക്ക് ചെയ്യാനാവാത്തത്, അണ്ണാമലയ്ക്ക് ഇറങ്ങിച്ചെല്ലാനാവാത്ത ഇടങ്ങളിലേക്ക് തമിഴ് മനസ്സുകളെ കൊണ്ടെത്തിക്കാൻ ഒരു ദ്രാവിഡ മുഖം വേണം. അപ്പോൾ വിജയ് ദ്രാവിഡ പൊളിറ്റിക്സിൽ മാത്രമല്ല പറയുന്നതെങ്കിൽ പോലും കൃത്യമായ ഒരു രാഷ്ട്രീയം പറയാൻ വിജയിന് കഴിഞ്ഞിട്ടില്ല. അതൊരു ആരോപണമായി, വിമർശനമായി എല്ലാം തന്നെ വിജയനെതിരെ ഉപയോഗിക്കാം. ഒരു മാസ് ഹിസ്റ്റീരിയയെ, തനിക്ക് കിട്ടുന്ന താരപരിവേഷം, താര ആരാധനയെ വോട്ടാക്കി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിലെത്തുക. അങ്ങനെ സിനിമ പാളികളിൽ, റീലുകളിൽ കണ്ട അതേ രീതിയിലുള്ള എല്ലാവരെയും കരുതുന്ന ഒരു മുഖ്യമന്ത്രിയായി താൻ ഉയർന്നു വരും. ഈ ഒരു ചിന്ത വളരെ എന്താ പറയുക, വളരെ അത്ര പക്വമായ. ഡോക്ടർ മോഹൻ വർഗീസ്, അല്ല, ഞാനൊരു വിജയ് ഒരു ഫാൻ എന്നുള്ള ബേസിൽ ചോദിക്കുന്നത് മാത്രമല്ല, പക്ഷേ DMKയുടെ അഴിമതികൾ, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഇതിനപ്പുറത്തേക്ക് വിജയ് എടുത്തെടുത്ത് പറഞ്ഞിരുന്നു. ഈ റാലിയിലൊക്കെ വിജയ് പലപ്പോഴും ഉന്നയിച്ച ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് പരിപൂർണമായിട്ട് തള്ളിക്കളയണം? ഇല്ല, അത് തള്ളിക്കളയാനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു വാക്യൂമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യാൻ തക്ക ഒരു ശക്തമായ പ്രതിപക്ഷം തമിഴ്നാട്ടിലില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടുത്തെ BJPക്ക് മുൻകാലങ്ങളേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഇപ്പോൾ അണ്ണാമല വന്നപ്പോൾ വലിയ ഊർജ്ജസ്വലമായ ഒരു മെഷീനറി ഇവിടെ ഉണ്ടായി എന്ന് തോന്നി. പക്ഷേ അത് വോട്ടായി മാറിയില്ല. ഒരു ദ്രാവിഡ കക്ഷിയുടെ പിഗി ബാക്ക് റൈഡ് അല്ലാതെ BJPക്ക് അവിടെ ക്ലച്ച് പിടിക്കില്ല എന്നത് പല ആവർത്തി തെളിഞ്ഞതാണ്. അതേസമയം DMKയോടൊപ്പം ചേർന്ന് മത്സരിക്കുമ്പോൾ BJPക്ക് അവിടെ സീറ്റ് കിട്ടുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് BJP
ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. തമിഴ്നാട്ടിൽ വലിയൊരു ട്രോഫിയാണല്ലേ കേരളവും തമിഴ്നാടും. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിലയേറിയ ട്രോഫിയാണ്. കാരണം ബാലികേറ മല കീഴടക്കുന്നതിന് തുല്യമാണ്. തമിഴ്നാട്ടിൽ കാര്യമായ ഒരു നേട്ടം, രാഷ്ട്രീയ നേട്ടം ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്തൊരു തരത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ഒരു പോപ്പുലർ ഒരു അങ്ങനെയാണെങ്കിൽ അമിത്ഷായുടെ ഈ കോള് അത് ഇനിയും ഒരു പക്ഷേ വിലപേശലിന് കുറച്ചുകൂടെ ഒരു ബാർഗൈനിങ് പവർ വിജയന് കൂടും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി BJP വേണ്ടാന്ന് വെക്കുമോ? ഒരിക്കലും ഇല്ല. വിജയ് വേണ്ടാന്ന് വെക്കില്ല, BJP വേണ്ടാന്ന് വെക്കില്ല. നോട്ട് നൗ ബട്ട് നോട്ട് ഔട്ട് ഫോർ വൺസ് ആൻഡ് ഫോർ ഓൾ. ഒരിക്കലുമില്ല. ഇപ്പോൾ വേണ്ട. കാരണം ഇപ്പോൾ വളരെ ആശയക്കുഴപ്പം ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു കോൾ ഒരു ഓപ്പൺ ഇൻവിറ്റേഷനായി കരുതിക്കൊണ്ട് കൃത്യമായ ഒരു സമയം, ഇതെല്ലാം മനുഷ്യൻ കുറച്ച് മറന്നു കഴിയുമ്പോൾ വിജയ് സാമാന്യം ദുർബലൻ കൂടി ആവുകയാണെങ്കിൽ BJPക്ക് മെച്ചപ്പെട്ട വിലപേശൽ നടത്താനാവും, വിജയനും മെച്ചപ്പെട്ട വിലപേശൽ നടത്താനാവും. ഇത് രണ്ടും ചേർന്നുകൊണ്ട് BJPക്ക് ഒരു മുഖ്യമന്ത്രി, അണ്ണാമലയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJP മുന്നണിക്ക് മത്സരിക്കാനാവില്ല. ഇവിടെ വിജയ് പാർട്ടിക്ക് തന്നെയായിരിക്കും. അങ്ങനെ വന്നാൽ, ഒരു പ്രൊജക്ഷനാണ്, ഹൈപ്പോത്തറ്റിക്കൽ മാത്രമാണ്, അങ്ങനെ വന്നാൽ വിജയ് എന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സ്റ്റാലിനെതിരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് AIADMK, വിജയ് പാർട്ടി ആൻഡ് BJP ഒരുമിച്ച് നിന്നാൽ ഭാവിയിൽ, ഇപ്പോൾ അത് വളരെ ഭ്രാന്തൻ ചിന്തയായി തോന്നാമെങ്കിലും പിന്നീട് അങ്ങനെ നടന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇത് തമിഴ്നാടാണ്, തമിഴ്നാട് രാഷ്ട്രീയമാണ്. അനന്തമായ സാധ്യതകളുടെ കല തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയം. ശ്രീ വിനു കിരിയത്ത്, മലയാളത്തിലെ സിനിമാക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് തർക്കമില്ല. 8 മാസം ഇനി ബാക്കിയുണ്ട്. ഒറ്റ സിനിമ മതി, അല്ലെങ്കിൽ ഇനി ദീപാവലിക്ക് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയിൽ 2 ഡയലോഗ് കൂട്ടിച്ചേർത്താൽ മതി. ഈ ഒരു പക്ഷേ ഇതിനപ്പുറത്തേക്കുള്ള ഈ താങ്കൾ നേരത്തെ പറഞ്ഞ കാറിലിരുന്ന് കൊടുത്ത വീഡിയോയെക്കാളും വലിയ വൈറൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വിജയ്ക്ക് 2 വിഷയമാണ്. ഒന്ന്, ഇത് ജനങ്ങൾക്ക് മറക്കാനുള്ള സമയമുണ്ട്. 2, ജനനായകൻ അത് ഓടാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം വെച്ചാൽ വിജയ് അഭിനയം നിർത്തിയിട്ടാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് ഇനി തിരിച്ച് അതിലേക്ക് പോകാനായിട്ട് വലിയ പ്രയാസമായിരിക്കും. അത് കൂടുതൽ നാണക്കേട്ടിലേക്കല്ലേ പോവുള്ളൂ. അഭിനയം നിർത്താതെ നമുക്ക് തമിഴ്നാട്ടിൽ നമുക്കറിയാമല്ലോ, വിജയകാന്ത് അത്രയും ഫാൻസ് ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഈ സിനിമ എന്തൊക്കെയോ സന്ദേശങ്ങളുണ്ട്, ചില ഡയലോഗുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സിനിമയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സിനിമയായിട്ട് നമുക്ക് കണ്ടാൽ മതി. നമുക്ക് വിജയകാന്ത് ഇല്ലേ, സത്യരാജ്, വടിവേലു, അവിടെ രാഷ്ട്രീയം കളിക്കാത്ത ഒരു നടന്മാരും ഇല്ല. പക്ഷെ അവരുടെയൊക്കെ അവസാനത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയമാണ്, ഭയങ്കര ലക്ക്. അതുകൊണ്ടാണ് രജനീകാന്തൊക്കെ അതിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് ഇല്ലേ. കമലഹാസന് പോലും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടിവ് സംഭവിച്ചതെന്ന് അതാണ് തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. കാരണം അവരൊക്കെ അഭിനയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന കൂട്ടാണ്. പൊളിറ്റിക്സ് ഭയങ്കര, നമ്മൾ വിചാരിക്കുമല്ല, ജയലളിതയെ കരുണാനിധി ജയിലിലാക്കി കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ അടുത്ത പ്രാവശ്യം കരുണാനിധി ജയിലിലാക്കുന്ന ഒരു ഇതാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിജയ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ആ ക്രൗഡിൽ വന്നത്, അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്, ഒരു വാഹനം ഇടിച്ചാൽ പോലും ആ വാഹന ഉടമ അവരെ സേഫായിട്ട് ഹോസ്പിറ്റലിലെങ്കിലും എത്തിക്കാനുള്ള, ഇല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുന്നൊരു നാട്ടിലായ സ്ഥിതിക്ക് അത് ഈവൻ വിജയ് അവിടെ നിന്ന് മാറി നിന്നാൽ പോലും പാർട്ടി ബാക്കി പ്രവർത്തകരും അതിൻ്റെ ഫാൻസ് അസോസിയേഷൻ ക്രൗഡ് അവിടെ ഒരുപാടുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ഇനി ജുഡീഷ്യൽ അന്വേഷണം വന്നാൽ പോലും ആയിരക്കണക്കിന് ക്യാമറ, അതായത് ജനങ്ങളുടെ മൊബൈലിൽ നിന്നുള്ള ഇപ്പോൾ ക്യാമറയാണ് ഉൾപ്പെടെ അവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അവിടെ അനാവശ്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇത് 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ മറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 8 മാസം രാഷ്ട്രീയം ഇത് ഇപ്പോഴത്തേനേക്കാൾ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതാണ്. ഈ മിനിറ്റിൽ ഒറ്റ 1 മണിക്കൂറായിട്ടേ ഉള്ളൂ. ലിയോയുടെ റിലീസ് വിജയുടെ ആരാധകർ മാറ്റിവെച്ചു. ഒക്ടോബർ 19 റിലീസ് തീരുമാനിച്ചത്. അത് വിജയ് ഫാൻസ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ശ്രീ വിനു കിരിയത്ത്, ലിയോ റിലീസ് വേണ്ട എന്നുള്ളത് ഈ സിനിമ മാത്രമായിട്ട് കാണുന്നത് കേരളത്തിൽ മാത്രമാണ് എന്നുള്ളതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയും. നോക്ക്, വിജയ് എന്നുള്ള നടനെ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്തതാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു നടൻ തന്നെയാണ്. ഞാൻ പറയുന്നത് എനിക്ക് അയാളുടെ രാഷ്ട്രീയവും ഈ പറഞ്ഞ പോലെ അയാളുടെ മനസ്സിൽ രാഷ്ട്രീയം പഠിച്ചിട്ടൊക്കെ ആയിരിക്കും പുള്ളി. പക്ഷെ അന്നേ ദിവസത്തിൽ നിന്ന് 3 days ഒരു അപകടം പറ്റിയിട്ട്, കാരണം പുള്ളി നേരത്തെ ശ്രീ CP സത്യൻ പറഞ്ഞില്ലേ, അന്ന് പറയുന്നതിനേക്കാളും ഇത്ര പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഓരോ വരി ഓരോ വാചകത്തിനകത്തും ഉണ്ടായിരുന്നു. നേരിട്ട് CM സാർ നേരിട്ട് സ്റ്റാലിന് നേരെ, അത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് പുകയായിട്ട് പോകുമായിരുന്നില്ലേ എന്നുള്ള ചോദ്യമില്ലേ. പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവരുടെ കാലിൽ അറിയാതെ ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ സോറി ആ നിമിഷം പറയണോ, അല്ലാതെ 3 ദിവസം കഴിഞ്ഞിട്ടാണോ പറയേണ്ടത് അല്ലേ. ഇത് വലിയൊരു മരണം, കുറേ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരിച്ച സംഭവമാണ്. നിസ്സാര ഒരു രാഷ്ട്രീയ ഇഷ്യൂ അല്ല ഇത്.
കുറേ ജനങ്ങൾ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങൾ മരിച്ചെടുത്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് ഇമീഡിയറ്റ് പ്രതികരിച്ചിട്ട് രാഷ്ട്രീയം പിന്നെ പറയാമായിരുന്നു. ഈ 3 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി രാഷ്ട്രീയമാണ് പറയുന്നത്, അത് വേണ്ടായിരുന്നു. ആ ജനങ്ങളോട് ഉള്ള പുള്ളിയുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അവിടെ ഇപ്പോൾ തൽക്കാലം അല്ല വേണ്ട. കാരണം ഇപ്പോഴും കുറേ പേര് അതപ്പോൾ സ്വന്തമായിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ല. പോലീസിന്റെ വീഴ്ച അതിനകത്തുണ്ടോ എന്ന് പരിശോധിക്കണം. സ്വന്തമായിട്ട് ഏറ്റെടുത്തിരുന്നെങ്കിൽ ആ തരത്തിലൊരു ഖേദപ്രകടനമാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതായിരുന്നു വേണ്ടിയിരുന്നത്? അല്ല, ആദ്യം പുള്ളിയുടെ നമ്മളിപ്പോൾ കണ്ട വിഷ്വലിൽ സ്റ്റാർട്ടിങ് പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് പുള്ളി തുടങ്ങിയത് തന്നെ, ഇല്ലേ? നമ്മൾ ഇന്നത്തെ വിഷ്വലിൽ ആദ്യം തമിഴ്നാട് പോലീസിനെ അതിഗംഭീരമായിട്ട് പുള്ളി പറഞ്ഞു, ഇല്ലെങ്കിൽ എനിക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും അല്ല ഇതിനകത്ത്. ഇത് ആരും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഒരിക്കലും ഇതൊരു പ്ലാൻഡ് ആണെന്ന് തോന്നുന്നേ ഇല്ല. എന്തോ എനിക്കറിയില്ല, അതെന്നെ നാളെ കണ്ടെത്തേണ്ടതാണ്. പക്ഷെ സംഭവിച്ച സ്ഥിതിക്ക് ഞാനിപ്പോഴും പറയുന്നത് വിജയുടെ രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല അവിടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ആ ജനങ്ങളോടൊപ്പം നിൽക്കണമായിരുന്നു ആ നിമിഷത്തിൽ. അവിടെ നിൽക്കണം എന്നല്ല ഞാൻ, അത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കണ്ടതല്ല, വിജയുടെ ആരാധകനെ ബൗൺസേഴ്സ് എടുത്ത് എറിഞ്ഞ പോലെ ചിലപ്പോൾ ജനം തിരിച്ചും ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയാണ് ജനം വികാരം, സ്നേഹം, ആരാധനയൊക്കെ അവരവരുടെ മക്കളൊക്കെ മരിക്കുമ്പോൾ അതൊക്കെ വിതിൻ സെക്കൻഡ്സ് മാറും. നമ്മളത് കണ്ടിട്ടുള്ളതാണ്. അത് വേണ്ടായിരുന്നു. പുള്ളി അങ്ങ് ചെന്നൈയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകാതെ എവിടെയെങ്കിലും നിന്നിട്ട് ഇതൊന്ന്, കാരണം എല്ലാവരും സകല ചാനലിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിജയ് ലൈവ് വരണമെന്ന് പറഞ്ഞാൽ ചാനലുകാർ മൊബൈലാണെങ്കിൽ പോലും അത് തന്നെ ആയിരിക്കും, പുള്ളിയുടെ ലൈവ് കോൾ തന്നെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സിനിമ, രാഷ്ട്രീയം അത് അദ്ദേഹത്തിൻ്റെ മാത്രമാണ്, നമുക്കാർക്കും അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഭയങ്കര വേദന, എത്രയല്ലേ എന്ന് ആലോചിക്കും. ഇനിയും കുറേ പേര് ആശുപത്രി കിടക്കുന്നതൊക്കെ ഭയങ്കര ദയനീയമാണ്. അപ്പോൾ ഇത് ആവരുത്, രാഷ്ട്രീയം കിടന്നോട്ടെ അവിടെ. പക്ഷേ ഇത് ഇനി വരാതിരിക്കാനും കൂടെ ഈ പറഞ്ഞ പോലെയാണ്. ശരിയാണ്, പോലീസുകാരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വെച്ചാൽ വിജയിയാണ് വരുന്നത്, ലേറ്റ് ആവും തോറും ക്രൗഡ് കൂടുന്നത് കണ്ടപ്പോൾ അവിടെ കൂടുതൽ പോലീസിനെയൊക്കെ വിന്യസിക്കാമായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് വെള്ളത്തിൻ്റെ പ്രശ്നവും ഫുഡിൻ്റെ പ്രശ്നവും ഒക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇത്രയും വലിയ ക്രൗഡായിപ്പോയി. അതുകൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും ബ്ലെയിം ചെയ്യേണ്ട. പക്ഷേ ഇപ്പോൾ സംഭവിച്ചവർക്ക് ഇനി നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നാണ് ഗവൺമെൻറ്റും ഇരുകൂട്ടരും ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശ്രീ CB സത്യൻ, അതുണ്ട്. എത്ര ന്യായീകരിച്ചാലും ചില വിഷയങ്ങളാണ്. ഒരു ഫോൺ വെച്ചിട്ട് പോലും ഓൺലൈൻ ചാനലുകാർ പോലും വന്ന് നിന്നേനെ വിജയ് പറഞ്ഞിരുന്നില്ല. മാധ്യമപ്രവർത്തകരായതുകൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ട് ആ സമയത്ത് ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് വിജയ് വന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. അത് വിജയിൻ്റെ ഒരു PR-ൽ പറ്റിയ ഒരു പാളിച്ചയാണോ, അതോ അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആണോ? അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരാൾ ഓടി ഒളിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ എങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാട്ടുമെന്ന് ആ ചോദ്യം വിജയിന് തമിഴകത്ത് നിന്ന് സിനിമ ഫ്രറ്റേണിറ്റി അത് ചോദിക്കുന്നു, നടിമാരടക്കമുള്ളവർ ചോദിക്കുന്നു. എന്ന് പറയുന്നിടത്ത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വിജയ്ക്ക് എങ്ങനെ മാറും, അൺലെസ് വിജയ് BJPക്ക് കീഴടങ്ങുന്നില്ലെങ്കിൽ? അപർണ, ഇത് പൊതുവെ നമ്മൾ കോർപ്പറേറ്റ് ലൈഫിൽ പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നിങ്ങളുടെ ബോസിന്റെ കയ്യിൽ നിന്ന് വളരെ ചൊറിയുന്ന ഒരു ഇമെയിൽ നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി വൈകാരികമായിട്ട് അതിനെ മറുപടി അയക്കരുത് എന്ന്. കാരണം അങ്ങനെ മറുപടി അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പണി പോയി കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് 24 മണിക്കൂറിന് ശേഷം മാത്രമേ അത്തരമുള്ള ഭയങ്കര പ്രതിസന്ധിയുള്ള ലെറ്ററിന് മറുപടി അയക്കത്തുള്ളൂ. കാരണം അന്നേരം മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു നോർമൽസി റീഗെയിൻ ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ടൊരു മറുപടി അയക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഇതുപോലൊരു ദുരന്തം വരുന്ന നിമിഷം ആ ഒരു വൈകാരികതയിൽ, കാരണം വെച്ചാൽ വിജയ് ഇനി എത്ര നല്ല നടനാണെന്ന് പറഞ്ഞാൽ അയാളൊരു മനുഷ്യനാണ്. അപ്പൊ ഇത്രയും വലിയൊരു ദുരന്തം അയാളുടെ ഒരു സംഭവത്തിനായിട്ട്, അത് ചെറിയല്ല, 1, 2, 3 പേരല്ല, 41 മനുഷ്യരാണ് മരിച്ചത്. അത്രയേറെ പേര് പരിക്ക് പറ്റി ആശുപത്രിയിലുണ്ട്. അപ്പൊ ഇതുപോലെ സമയത്ത് ഈ പറഞ്ഞതുപോലെ പുള്ളി നടത്തുന്ന ഏത് പ്രതികരണത്തിലെ തെറ്റിപ്പോകുന്ന ഒറ്റ വാക്ക് പോലും വിജയുടെ ഇത്രയും നാളുടെ പ്ലാനിങ്ങിനെ അട്ടിമറിക്കും. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ലേറ്റ് ആയാലും ഏറ്റവും കെയർഫുൾ ആയിട്ടുള്ള ഒരു റിപ്ലൈ മാത്രമേ ഇടുകയുള്ളൂ. അത് ഒരു സ്ട്രാറ്റജിയാണ്, അല്ല അതിനകത്ത് വൈകാരികതയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ഇത് വളരെ ക്ലിയർ ആയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്യൂ. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ നമുക്കൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാം എന്ന് മാത്രം. അപ്പം അത് വിജയ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ വിജയ് എന്തിനാണ് ഇത് ചെയ്തത്, 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണത്. പിന്നെ രണ്ടാമത്തെ കേസ്, ഇനി ഈ 41 പേരുടെ വീടുകൾ സന്ദർശിക്കുമെന്ന് വിജയ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, വിജയിയുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണം ആ വീട് സന്ദർശനമായിരിക്കും. കാരണം ഇതിന്റെ ബഹളമൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഈ 21 വീടുകളിൽ എത്തിയിട്ട് അവർക്ക് ഈ പ്രഖ്യാപിച്ച 20 ലക്ഷം രൂപ എത്തിക്കുകയോ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എത്തിച്ച ശേഷം അവിടെ വരികയോ ഒക്കെ ചെയ്യുന്നത് ഈ ഓരോ പ്രദേശത്തെ ഒരു വലിയ സംഭവമാക്കിയിട്ട് അവർ മാറ്റും. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു തുടർച്ച മാത്രമല്ല, ഇതൊരു അവസാനമല്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ്, ഈ അമിത്ഷായുടെ കോൾ എടുക്കാതിരുന്ന വിജയ്, അമിത്ഷായുടെ കോൾ എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ മോഹൻ വർഗീസ് അടക്കമുള്ളവർ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, വിജയ് ഈ സമയത്ത് BJPയുമായിട്ട് കൂട്ടുചേരാൻ തീരുമാനിക്കുകയാണെങ്കിൽ വിജയുടെ രാഷ്ട്രീയ ആത്മഹത്യയാണ്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള മുഴുവൻ കരുത്തുകൊണ്ട് വിജയിനെ കാണുന്ന ധീരനായക പരിവേഷമുണ്ട്. ഈ ധീരനായക പരിവേഷം ഉപേക്ഷിച്ചിട്ട് പോയി BJPയുടെ പാളയത്തിൽ നിൽക്കുകയും കേന്ദ്ര സർക്കാരിന്റെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് പുറത്തു വരികയും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വിജയ് ചെയ്യാൻ പോകുന്നത് ഒരു തരം രാഷ്ട്രീയ ആത്മഹത്യയാണ്. കാരണം വിജയ്ക്ക് വീരനായക പരിവേഷം നിലനിർത്തിക്കൊണ്ട് ഈ എല്ലാ പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ടുകൊണ്ട് നിങ്ങൾ എന്തിനെ എന്റെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തു, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യൂ, ഞാൻ തൂക്കുമരത്തിലേറ്റാൻ തയ്യാറാണ് തുടങ്ങിയ നാടകീയ ഡയലോഗുകളുമൊക്കെ ആയിട്ട് ഇതിനകത്ത് ഇടിച്ചു നിൽക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ മാത്രമാണ് നിലവിൽ വിജയന്റെ ഭാവിയുള്ളത്. കാരണം ആ കളി തന്നെയാണ് വിജയ് കളിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് DMK വിജയിനെ പ്രതി ചേർത്തില്ല എന്ന് ചോദിച്ചാൽ അവസരം കൊടുക്കാതിരിക്കാനാണ്. തീർച്ചയായിട്ടും അതിന്റെ അത്തരം പ്രീ പ്ലാൻഡ് നീക്കങ്ങൾ വിജയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് പറയാതെ വയ്യ. MK സ്റ്റാലിന് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വോട്ട് ചെയ്യുക, വിജയന്റെ സിനിമ ആദ്യത്തെ ദിവസം പോയി കാണുക, അങ്ങനെയുള്ള ജനങ്ങളാണ് തമിഴ്നാട്ടിൽ ഇപ്പോഴുള്ള ഭൂരിപക്ഷം. ആ ഇക്വേഷൻ തിരിച്ചറിയാൻ വിജയ്ക്ക് കഴിയുമോ, അതോ MK സ്റ്റാലിനെതിരെ പടവെട്ടാൻ BJPക്ക് വഴങ്ങി ഒരു രാഷ്ട്രീയ ആത്മഹത്യയായി വിജയ് മാറുമോ എന്നുള്ളതൊക്കെയാണത്. കരൂർ ദുരന്തം അട്ടിമറിയോ എന്ന് നമ്മൾ കേരളത്തിലെ പ്രേക്ഷകരോട് ചോദിക്കുന്നു. 55% പ്രേക്ഷകർ അതെ എന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ അതേത് തരത്തിലാണ് കണക്കാക്കുന്നത് 2026 തെരഞ്ഞെടുപ്പ് പറയും എന്നുള്ളതിൽ തർക്കമില്ല. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, CB സത്യനൊപ്പം ചന്ദ്രകാന്ത് വിശ്വനാഥ് പറയുന്നതിന്റെ ഭാഗമായി.